لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله. I can't explain the world we in. I look around and see all things beautiful, no mistakes, He won't let us down. He's the one that can create all from nothing to something. So let us pray and let us thank Him for each day. La ilaha illallah La ilaha illallah La ilaha illallah La ilaha illallah. He gives the joy, He takes the pain, He makes it happen, the sun and rain. Feel the wind through the night, He is by your side. You're not alone, don't be afraid, He will guide you to His fate. So let us pray, let us thank Him for each day. Assalamu alaikum wa rahmatullahi wa barakatuh. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي أنعم علينا بالتوحيد والتوفيق، والصلاة والسلام على من اتبع الهدى هو بالاهتداء حقيق، ونورا به الاقتداء يليق، وعلى آله وأصحابه الذين سعدوا في مناهج الصدق بالتصديق، وسعدوا في معارج الحق بالتحقيق. اللهم صل على سيدنا محمد صاحب التاج والمعراج والبراق والعلم. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. أعوذ بالله السميع العليم من الشيطان الرجيم اللعين. بسم الله الرحمن الرحيم. يا أيها النبي قل لأزواجك وبناتك ونساء المؤمنين يدنين عليهن من جلبابهن ذلك أدنى أن يعرفن فلا يؤذين، وكان الله غفورا رحيما. صدق الله مولانا العلي العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. قال سيدنا ونبينا محمد صلى الله عليه وسلم: لم تظهر الفاحشة في قوم قط حتى يعلنوا بها إلا فشا فيهم الطاعون والأوجاع التي لم يكن مضت في أسلافهم الذين مضوا. صدق رسوله الكريم.
وقال سيدنا ونبينا محمد صلى الله عليه وسلم إياكم والخلرد تصلي بها قلب صلاة بمثلها يكون الفتى مستوجبا للعقوبة تضلوا وقد أتممتها غير عالمي تزيد احتياطا ركعة بعد ركعتي فويلك تدري من تناجيه معرضا وبين يدي من تنحني غير مخبتي تخاطبه إياك نعبد مقبلا على غيره فيها لغير ضرورتي മരണം അടുത്തു വന്നു നമ്മെ വിളിച്ചിടുമ്പോൾ മാറി കളിച്ചിടണ്ട മരണം അടുത്തിടുന്നു അസ്രായിൽ ഒരു നാൾ നിന്റെ വീട്ടിൽ കയറി വന്നു അനുവാദം ചോദിക്കാതെ റൂഹ് പീഡിച്ചിടുന്നു മരണം അടുത്തു വന്നു നമ്മെ വിളിച്ചിടുമ്പോൾ മാറി കളിച്ചിടണ്ട മരണം അടുത്തിടുന്നു അസ്രായിൽ ഒരു നാൾ നിന്റെ വീട്ടിൽ കയറി വന്നു അനുവാദം ചോദിക്കാതെ റൂഹ് പീഡിച്ചിടുന്നു വെള്ളത്തുണി പുതച്ച് നമ്മെ കീടത്തിടുമ്പോൾ വന്നിടും നേരെ ജനം കണ്ട് മടങ്ങിടുമ്പോൾ കൂടെ നടന്നവരും വീട്ടിൽ കയറി വന്നു കൂടെ ചിരിച്ചവരും ചുറ്റും നിരന്നിടുന്നു കട്ടിലിൽ ഏറ്റിക്കൊണ്ട് നാട്ടുകാർ പോയിടുമ്പോൾ കുട്ടികൾ ഭാര്യാമക്കൾ പൊട്ടിക്കരഞ്ഞിടുമ്പോൾ കട്ടിലിൽ ഏറ്റിക്കൊണ്ട് കൂട്ടുകാർ പോയിടുമ്പോൾ കുട്ടികൾ ഭാര്യാമക്കൾ പൊട്ടി കരഞ്ഞിടുമ്പോൾ ആ കാണും പള്ളിക്കാട്ടിൽ നമ്മെ മറമാടുമ്പോൾ ആഗ്രഹങ്ങൾ പലതും മണ്ണിൽ ലയിച്ചു ചേർന്നു ആഗ്രഹങ്ങൾ പലതും മണ്ണിൽ ലയിച്ചു ചേർന്നു. ഏറ്റവും സ്നേഹബഹുമാനവും നിറഞ്ഞ പ്രിയപ്പെട്ട സ്റ്റേജിൽ സന്നിഹിതരായിട്ടുള്ള നല്ലവരായ കാരണവന്മാരെ, സ്നേഹം നിറഞ്ഞ ഈ സദസ്സിൽ വന്നിട്ടുള്ള പ്രിയപ്പെട്ട ഉപ്പമാരെ, യുവാക്കളെ, വിദ്യാർത്ഥികളെ, ഇൽമിന്റെ മധു നുകരാൻ വേണ്ടി
നാനാഭാഗത്തു നിന്നും ഇവിടെ വന്നു ചേർന്നിട്ടുള്ള സ്നേഹനിധികളായ സഹോദരിമാരെ, ഉമ്മമാരെ, രക്ഷിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ഈ സംഗമങ്ങളൊക്കെ അവൻ പൊരുത്തപ്പെടുന്ന ഒരു അമലായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇഹത്തിലും പരത്തിലും അല്ലാഹു നമ്മെ ഒരു രീതിയിലും കഷ്ടപ്പെടുത്താതിരിക്കുമാറാവട്ടെ. നമ്മുടെ ബന്ധുക്കളിൽ, നമ്മുടെ സുഹൃത്തുക്കളിൽ ധാരാളം ആളുകൾ രോഗം കൊണ്ട് വിഷമിക്കുന്നവർ അല്ലാഹു ശിഫയായി കൊടുക്കുമാറാവട്ടെ. കടം കൊണ്ട് വിഷമിക്കുന്നവർ അല്ലാഹു അത് വീട്ടുവാനുള്ള വഴി അവന്റെ മഹ്ലായ ഫദ്ൽ കൊണ്ട് തുറന്നു കൊടുക്കുമാറാവട്ടെ. ധാരാളം വിഷമങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ സത്താറായ അല്ലാമുൽ ഗയൂബായ നാഥനായ റബ്ബ് നമ്മളുടെയും അവരുടെയും ഒക്കെ എല്ലാ പ്രതിസന്ധികളും തീർത്ത് റാഹത്ത് ഇഹത്തിലും പരത്തിലും നൽകുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, ഇന്നലെ ഒരു പ്രൗഢമായ പ്രഭാഷണം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇന്ന് അതിന്റെ ഒരു സമാപനം കുറിച്ച് ആത്മാർത്ഥമായി അവസാനം നമുക്ക് ദുആ ചെയ്ത് മനസ്സറിഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ച് പിരിയണം. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ എന്ന ദുആ കൂടി നിങ്ങളൊക്കെ മനസ്സിലാക്കിയതുപോലെ നാം ജീവിക്കുന്ന യുഗം അല്ലാഹുവിന്റെ മാരകമായ പരീക്ഷണങ്ങളെ കൊണ്ട് അവൻ വേട്ടയാടുന്ന ഒരു സാഹചര്യത്തിലാണ്. ഇതിന്റെ കാര്യകാരണങ്ങൾ എന്താണ് എന്ന് നമ്മൾ ശരിക്ക് ഒരു പരിശോധന നടത്തിയാൽ നമ്മുടെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ കാരണമായി കൊണ്ടാണ് അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ പേമാരിയായി വരുന്നത് എന്ന് സാന്ദർഭികമായി നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ധാരാളം ഹദീസുകളിലൂടെ ഈ സമൂഹം പടുകുടിയിലേക്ക് വീഴാൻ പോകുന്ന സമയത്ത് അതിന്റെ കാരണം എന്താണ് എന്ന് അള്ളാന്റെ പ്രവാചകൻ വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് വളരെ ചുരുങ്ങിയ സമയം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ആധുനിക കാലത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം ഞാനിവിടെ ചർച്ച ചെയ്യുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരന്മാരൊക്കെ ആദ്യാവസാനം മനസ്സിലാക്കുകയും അത് ജീവിതത്തിന്റെ കൽബിന്റെ ഹൃദയത്തിലേക്ക് നൂറാനിയത്തായി കടത്തിച്ചെന്ന് അതിന്റെ ആ ഒരു പ്രകാശം നമ്മുടെ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കുവാനും നമ്മളൊക്കെ ആമുഖമായി ആദ്യമായി പ്രതിജ്ഞ എടുക്കണമെന്ന് എന്റെ പ്രിയമുള്ള സഹോദരിമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാനത് പറയാൻ കാരണം നാട് നീളെ പ്രഭാഷണങ്ങൾ പൊടിപൊടിക്കുകയാണ്. വാളുകളും പ്രഭാഷണങ്ങളും ഫേസ്ബുക്കിലും യൂട്യൂബിലും വാട്സപ്പിലും മൊബൈൽ ഫോണുകളിലും കമ്പ്യൂട്ടർ ലാബുകളിലും ടിവികളിലും വീടുകളിൽ മുഴുവനും ഒരുപാട് പ്രഗത്ഭരായ പ്രഭാഷകന്മാരുടെ പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ ചെറിയതും വലുതുമായ ക്ലിപ്പുകളായി ധാരാളം കേൾക്കുന്നവരും അറിയുന്നവരാണ് നമ്മളുമൊക്കെ. മാത്രമല്ല, കേരള സംസ്ഥാനത്ത് 7ാം ക്ലാസ് വരെ 10ാം ക്ലാസ് വരെ പ്രാഥമിക മദ്രസ വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾ ഉണ്ടാവില്ല. തെറ്റ് എന്താണ് എന്നും നന്മ എന്താണ് എന്നും സ്വർഗത്തിലേക്കുള്ള വഴി ഏതാണ് എന്നും നരകത്തിലേക്കുള്ള വഴി ഏതാണ് എന്നും വ്യക്തമായി പഠിച്ചറിഞ്ഞവരാണ് നമ്മളൊക്കെ. അറിവിന്റെ കമ്മി നമുക്കില്ല. പക്ഷേ നമ്മുടെ വാരിയല് കൊണ്ട് പൊഴിഞ്ഞു വെച്ച നമ്മുടെ ഹൃദയത്തിന്റെ അന്തരത്തിലേക്ക് അല്ലാഹുവിൽ ഭയമെന്ന തഖ്വ എന്ന നൂറാനിയത്ത് നമ്മുടെ ഹൃദയത്തിൽ കടന്നു ചെല്ലുന്നില്ല എന്നുള്ള മാരകമായ ഒരു ഭവിഷ്യത്താണ് നമ്മളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ പറയപ്പെടാൻ പോകുന്ന വിഷയത്തിൽ എന്റെ ചെറുപ്പക്കാര് കടന്നുവരും, ഉമ്മമാര് കടന്നുവരും, യുവാക്കൾ കടന്നുവരും, യുവതികൾ കടന്നുവരും, എന്റെ പെങ്ങന്മാര് കടന്നുവരും. സ്നേഹത്തോടുകൂടി ഞാൻ പറയുന്നു, നിങ്ങളുടെ ആരുടെയും വെറുപ്പ് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തണമെന്ന ലക്ഷ്യത്തോടു കൂടിയല്ല ഞാൻ ഈ വിഷയം ഇവിടെ പ്രതിപാദിക്കുന്നത്. സ്വാഭാവികപരമായും സഹോദരിമാരെ കുറിച്ച് പറയുമ്പോ അവരുടെ ജീവിതത്തിൽ വരുന്ന തെറ്റുകുറ്റങ്ങളെ വെച്ച് പറയുമ്പോ അതൊരു വെറുപ്പിന്
നിദാനമാവരുത്. ഉസ്താദന്മാര് ഏത് സ്റ്റേജിൽ കയറിയാലും സ്ത്രീകളെ കുറിച്ച് കളിയാക്കുവാനും അവരുടെ വീക്ക്നെസ് പറയുവാനും അവരെ പരിഹസിക്കുവാനുമാണെന്ന് പറയരുത്. എന്റെ പെങ്ങളോട് സാന്ദർഭികമായി ഞാൻ പറയുന്നു, എന്റെ സ്റ്റേജിൽ വെച്ചിട്ട് എന്റെ നാവ് കൊണ്ട് ഞാൻ നിങ്ങളോടൊരു വാക്യം പറയുന്നുണ്ടെങ്കിൽ ആ വാക്യം നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടിയാണ്. നിങ്ങൾ എന്റെ ഉമ്മമാരാണ്, നിങ്ങൾ എന്റെ പെങ്ങന്മാരാണ്, നിങ്ങൾ എന്റെ ജ്യേഷ്ഠന്മാരാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇവിടെ പറയപ്പെടാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഹബീബായ പരിശുദ്ധ പ്രവാചകൻ ഈ സമൂഹത്തിന് സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലാൻ വേണ്ടി നൽകിയ മറുമരുന്നുകളാണ്. ആ മരുന്നുകൾ അറിഞ്ഞ് അത് കുടിക്കേണ്ട, കടിക്കേണ്ട രൂപത്തിൽ കടിച്ച് ആ സ്വർഗത്തിന്റെ അനുഭൂതി ആസ്വദിക്കുവാൻ വേണ്ടി മാത്രമാണ്. ഈ റോട്ടിലൂടെ നടന്നു പോകുന്ന ഒരു ഉമ്മ, ആ ഉമ്മയോട് പ്രായമായ വയോധികനായ ഒരു ഉപ്പ പറഞ്ഞു അത്രേ, ഉമ്മ നിങ്ങൾ അങ്ങോട്ട് പോവരുത്, അവിടെ ഒരു സർപ്പമുണ്ട്, ആ സർപ്പം വടിയിലൂടെ സഞ്ചരിക്കുന്നവരെ മുഴുവനും കൊത്തിക്കൊണ്ടിരിക്കുകയാണ്, ഭീകരമായ വിഷമുള്ള സർപ്പമാണ്, നിങ്ങൾ അങ്ങോട്ട് പോകരുത് എന്ന് ഒരു സ്നേഹത്തോടു കൂടെ പിതാവ് ഒരു മകളോട് പറയുമ്പോ ആ പിതാവിന്റെ വാക്ക് ദേശത്തോടു കൂടെ കാണാതെ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ആ ബാപ്പ അങ്ങോട്ട് പോകരുത് എന്ന് പറയുന്നത്. അതുമോരി അതേ പ്രകാരം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ ഇത് ഞങ്ങളെ നന്മയ്ക്ക് വേണ്ടിയാണ്, ഞങ്ങളെ ആഖിറ വിജയത്തിന് വേണ്ടിയാണ്, ഞങ്ങളെ ഖബറിലെ രക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന ചിന്തയോടുകൂടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. പോരാ, ആ കാര്യങ്ങൾ മനസ്സിലാക്കി നാളെയുടെ ജീവിതത്തിന്റെ ചിത്രയാത്രയിൽ നന്മയില്ലതിട്ടമായി ജീവിക്കാൻ നമുക്ക് സാധിച്ച മുഅ്മിനീങ്ങളെ ഏറ്റവും വലിയ സൗഭാഗ്യവതി നമ്മളാ, ഏറ്റവും വലിയ ഭാഗ്യം ലഭിച്ചവർ നമ്മളാ. അതല്ല ഇന്ന് ഈ പ്രഭാഷണങ്ങൾ കേട്ടിട്ട്, ഒരുപാട് പ്രഭാഷണങ്ങൾ കേട്ടിട്ട് അത് മുഴുവനും കേൾക്കാത്തവരെ പോലെ നാളെ ഇതുവരെ എങ്ങനെ സഞ്ചരിച്ചുവോ അതുപോലെ നാളെ മുതൽ നമ്മൾ സഞ്ചരിച്ച തീരാ കണ്ണുനീരിലേക്ക്, തീരാ നട്ടത്തിലേക്ക്, തീരാ ദുരന്തത്തിലേക്ക് എന്റെ പെങ്ങൾ ചെന്ന് ചാടാതിരിക്കാൻ, എന്റെ യുവാക്കൾ ചെന്ന് ചാടാതിരിക്കാൻ ഇന്നിവിടെ പറയപ്പെടാൻ പോകുന്ന വിഷയം നിങ്ങൾക്കറിയാലോ, ആനുകാലികപരമായ വിഷയമാണ്. ആധുനിക യുവതയിൽ, ആധുനിക സമൂഹത്തിൽ, ആധുനിക സഹോദരിമാരിൽ വ്യാപകമായി വൈറസ് പോലെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭവിഷ്യത്തിനെ കുറിച്ച് ഞാനിവിടെ ചർച്ച ചെയ്യപ്പെടുമ്പോ അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ മനസ്സറിഞ്ഞിട്ട് കണ്ണ് തുറന്നിട്ടൊന്ന് കേട്ടിട്ട് എന്റെ ഹൃദയത്തിൽ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്താൻ നമ്മൾ പ്രതിജ്ഞയെടുക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നിങ്ങൾക്കറിയാം, ഇവിടെ പറയുന്ന വിഷയം നിങ്ങൾ മനസ്സിലാക്കിയതാണ്. ഭർത്താവ് ഗൾഫിലും ഭാര്യ ഷോപ്പിംഗിലും എന്നാണ്. സ്വാഭാവികപരമായിട്ടും എന്റെ ശബ്ദം കേൾക്കുന്ന റോട്ടിലൊക്കെ നിൽക്കുന്നവരൊക്കെ കേട്ട് നിങ്ങൾ ഒരുപാട് പ്രഭാഷണം നടത്തി മുഷിപ്പിക്കുവാനോ അല്ലെങ്കിൽ ആലസ്യത്തിലാക്കുവാനോ ഉദ്ദേശിക്കുന്നില്ല. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സറിഞ്ഞ് നിങ്ങൾ അറിയുകയും അറിവില്ലായ്മയിൽ നിന്ന് മുക്തമായി നന്മയിൽ വല്ലതും പിടിച്ചെടുക്കാൻ കഴിയുമോ എന്നാണ് നമ്മുടെ ഒക്കെ ലക്ഷ്യം. അള്ളാഹു അത് സഫലമാക്കി തരുമാറാവട്ടെ. പറയപ്പെടുന്ന വിഷയം നിങ്ങൾക്കറിയാം, വിവാഹവും അതിന്റെ ശേഷമുള്ള ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതവും അവിടുന്ന് ഭർത്താവ് പോവാണ്. അതിന്റെ പ്രാഥമിക ഘട്ടം അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, സൂറത്ത് യാസീൻ, സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർദ് വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. ആദ്യമായ ഒരു ചെറുപ്പക്കാരൻ, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ വളർന്നു വലുതായി അവന്റെ മാതാവിനും പിതാവിനും ഒരു ആഗ്രഹം, അവനെ കൊണ്ട് ഒരു കല്യാണം കഴിപ്പിക്കണമെന്ന്, വിവാഹം കഴിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടായി. ഏതായാലും വിവാഹം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു. എല്ലാ ജീവികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ജോഡികളെ പടച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ, എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇണകളെ പടച്ചിട്ടുണ്ട്. മനുഷ്യന്മാർക്ക് മാത്രമല്ല, ഒരു ആണാണോ അവൾക്കൊരു ഭാര്യ വേണം, ഒരു പെണ്ണാണോ അവൾക്കൊരു ഭർത്താവ് വേണം. അത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ അത് സുഖിക്കാൻ വേണ്ടി മാത്രമല്ല. അല്ലാഹു പറഞ്ഞു, രണ്ട് കാര്യമാണ് പ്രധാനമായി ഒരു കല്യാണത്തിനോട് ലക്ഷ്യം വെക്കുന്നത്. ഒന്ന്, ലിതസ്കുനു ഇലൈഹ, ടെൻഷനുകൾ വിഷമങ്ങൾ വരുമ്പോ വീട്ടിൽ കടന്നു ചെല്ലുമ്പോ ഭാര്യയുടെ ഭാഗത്തിൽ നിന്ന് സമാധാനം കിട്ടാൻ വേണ്ടി.
ഭാര്യയ്ക്ക് പല വിഷമങ്ങളും വരുമ്പോ ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് സമാധാനം കിട്ടാൻ വേണ്ടി രണ്ട് തലമുറകളായി സന്താനങ്ങൾ ഇവിടെ ഉണ്ടാകുവാനും മക്കളും പേരമക്കളും ഉണ്ടായി സന്താനോത്പാദനം ഇവിടെ നടക്കാൻ വേണ്ടി 2 ലക്ഷ്യത്തിന് വേണ്ടിയാണ് അള്ളാഹു വിവാഹം എന്ന് പറയുന്ന പോരിശയാക്കപ്പെട്ട ഒരു കർമ്മം നമുക്ക് നൽകിയത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു ചെറുപ്പക്കാരൻ അവൻ കല്യാണം ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോ അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോ അള്ളാന്റെ പ്രവാചകൻ പറഞ്ഞത് മൻ തസവ്വജ ബി ഇംറഅത്തിൻ ഫഖദ് അഹറ സുൽസൈ ദീനി എന്നാണ്. ദീനിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം പൂർത്തിയാക്കുന്ന ഒരു മുഹൂർത്തമാണ് കല്യാണം, നിക്കാഹ് എന്ന് പറയുന്നത്. ആ ചെറുപ്പക്കാരൻ കല്യാണം അന്വേഷിക്കാൻ വേണ്ടി ഭാര്യയെ തേടി പുറപ്പെടുന്ന സമയത്ത് വീട്ടിൽ നിന്ന് വിവാഹത്തിന് വേണ്ടി അന്വേഷിക്കുന്ന ചെറുപ്പക്കാരുകൾ, മക്കളെ കെട്ടിക്കുവാനുള്ള പിതാക്കന്മാര്, മകൻ കല്യാണം കഴിക്കാനുള്ള പിതാക്കന്മാര് കേൾക്കണം. എന്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിനക്ക് സന്താനങ്ങൾ ഉണ്ടാവാൻ, നിനക്ക് സൗഭാഗ്യമുണ്ടാവാൻ നീ കല്യാണം കഴിക്കുമ്പോ 4 കാര്യങ്ങൾ നോക്കിയിട്ടാണ് നീ പെണ്ണിനെ തിരയേണ്ടത്. ഒന്നാമത്തെ കാര്യം എന്താ? ലിമാലിഹാ വലി ജമാലിഹാ വലി ഹസബിഹാ ഫൽഫർ വലി ദീനിഹാ ഫൽഫർ ബിദാത്തിദ്ദീൻ. 4 കാര്യങ്ങൾ നിങ്ങൾ ശരിക്കും മുഖവിലെടുക്കണേ. ഏതാ 4 കാര്യമെന്നറിയോ? ലിമാലിഹാ, ഒന്ന് പെണ്ണിന്റെ ധനമാണ്, പ്രാമുഖ്യം ധനത്തിനല്ല. വലി ജമാലിഹാ, ഒന്ന് പെണ്ണിന്റെ സൗന്ദര്യമാണ്, പ്രാമുഖ്യം സൗന്ദര്യത്തിനല്ല. വലി ഹസബിഹാ, ഒന്നവളെ തറവാടിത്തമാണ്, പ്രാമുഖ്യം തറവാടിനല്ല. വലി ദീനിഹാ, മറ്റൊന്നവളെ ദീനിനാണ്. ദീൻ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ നിർത്തിയില്ല. ഫൽഫർ ബിദാത്തിദ്ദീൻ, ദീനുള്ള പെണ്ണിനെ കൊണ്ട് മോനെ നീ വിജയം വരിച്ചോ എന്ന് അല്ലാഹുവിന്റെ റസൂൽ വ്യക്തമായി പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരൂര് കുടുംബ കോടതിയിൽ, മഞ്ചേരി കുടുംബ കോടതിയിൽ, കേരളത്തിനകത്തും പുറത്തുമുള്ള എത്രയോ കുടുംബ കോടതികളിൽ 25,000-ഉം 50,000-ഉം ഒക്കെ കുടുംബ പ്രശ്ന കേസുകൾ കെട്ടിക്കിടക്കുകയാണ്. ജഡ്ജിമാർക്ക് തീരുമാനം പോലും പറയാൻ കഴിയാതെ കുടുംബ കോടതിയിൽ പ്രതിവർഷം 25,000 കേസുകൾ. ഭാര്യക്കെതിരെ ഭർത്താവ് തിരിയുമ്പോ, ഭർത്താവിനെതിരെ ഭാര്യ തിരിയുമ്പോ, സമ്പാദ്യമായി കിട്ടിയ സന്താനങ്ങൾക്ക് വേണ്ടി കോടതി വരാതിൽ നിന്ന് ഇന്നലെ വരെ കൂടെ കിടന്ന ഭാര്യക്കെതിരെ കേസ് കൊടുത്തിട്ട്, ഇന്നലെ വരെ കൂടെ കിടന്ന ഭർത്താവിനെതിരെ കേസ് കൊടുത്തിട്ട്, അതിലുണ്ടായ സന്താനം എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് സിനിമാ നടന്മാര് മുതൽ വലിയവരെ രാഷ്ട്രീയ മേലാളന്മാര് വരെ കോടതി വരാതിൽ ചെന്നിട്ട് തന്റെ ഭാര്യക്കെതിരെ കത്തിയോങ്ങുമ്പോ, തന്റെ ഭർത്താവിനെതിരെ കടാര ഊരുമ്പോ, കുടുംബങ്ങളെ വെച്ചിട്ട് തർക്കിക്കുമ്പോ, കുടുംബ കലഹങ്ങൾ ഉടലെടുക്കുമ്പോ, ഇതിന്റെ മുഴുവനും നിദാനം എന്തെന്ന് ചോദിച്ചാ എന്റെ സ്നേഹമുള്ള ചെറുപ്പക്കാര് മനസ്സിലാക്കണേ. 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താ? എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, സഹോദരിമാര്, ഇയ്യാകും വൽ ഖൽറാ അദ്ദുവൽ, എന്റെ ചെറുപ്പക്കാര് ശ്രദ്ധിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇയ്യാകും വൽ ഖൽറാ അദ്ദുവൽ, നിങ്ങൾ ഖൽറാ അദ്ദുവലിനെ സൂക്ഷിക്കണേ. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് ചോദിച്ചു, വമാ ഖൽറാ അദ്ദുവലി യാ റസൂലല്ലാഹ്, നബിയേ ഈ ഖൽറാ അദ്ദുവൽ എന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ? ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ധാരാളം ചെറുപ്പക്കാര് ഖൽറാ അദ്ദുവൽ കണ്ടിട്ട് ഓടി നടക്കുന്ന ചെറുപ്പക്കാരുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാ സമർപ്പിച്ചത്. ആ ആശയം ഇന്ന് വളരെ ഫിറ്റാണ്. നബി തങ്ങൾ പറഞ്ഞു, കല്യാണം അന്വേഷിക്കുമ്പോ അവളെ ധനം നോക്കണേ, അവളെ സൗന്ദര്യം നോക്കിക്കോ, പരാതിയില്ല. തറവാട് നോക്കിക്കോ, പരാതിയില്ല. പക്ഷേ ദീനിന് പ്രാമുഖ്യം കൊടുക്കാതെ ഖൽറാ അദ്ദുവലിന്റെ ബേക്കിൽ പോയാ എന്താ ഖൽറാ അദ്ദുവൽ എന്നറിയോ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഖൽറാ അദ്ദുവൽ എന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൽ മർഅത്തുൽ ഹസനാത്തു ഫീ മംബിതി സൂഖ്, കാണാൻ നല്ല അഴകുള്ള പെണ്ണാണ്, പക്ഷേ അവൾ മോശപ്പെട്ട ചുറ്റുപാടിൽ, മോശപ്പെട്ട കുടുംബത്തിൽ, മോശപ്പെട്ട മാതാപിതാക്കൾക്ക് മോശമായി ജനിച്ച ഒരു പെൺകുട്ടിയാണ്. പക്ഷേ കാണാൻ നല്ല അഴകാണ്. അങ്ങനെ കാണാൻ നല്ല അഴകുള്ള പെൺകുട്ടികളെ മാത്രം സ്കൂൾ വിട്ടു പോകുമ്പോ, കോളേജ് കഴിഞ്ഞു പോകുമ്പോ 2 വീലറുമായി സ്കൂളിന്റെ മുൻഭാഗത്തിലൂടെ കറങ്ങി തിരിഞ്ഞിട്ട് സൗന്ദര്യമുള്ള പെണ്ണിന്റെ ബേക്കിൽ ചെന്നിട്ട് ആ
ആ പെണ്ണ് മതി എനിക്കെന്ന് പറഞ്ഞിട്ട് മുഖത്തിന്റെ വെളുപ്പും സൗന്ദര്യവും മാത്രം നോക്കിയിട്ട് കല്യാണം കഴിക്കലിനെ നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് ത്വാഹാ റസൂലുള്ളാഹി. ഞാൻ പറയുന്നു, ആധുനിക ലോകത്ത് കുടുംബ കലഹങ്ങളുടെ പ്രധാന ഹേതുകം എന്താണ്? നിങ്ങൾ പറ. ചെറുപ്പക്കാർ ഒരു കൊല്ലം അല്ലെങ്കിൽ ആ ഹണിമൂണൊക്കെ കണ്ട് കഴിഞ്ഞ് അല്പകാലം കഴിയുമ്പോ, ഗർഭിണിയാകുമ്പോ, അല്ലെങ്കിൽ കുടുംബത്തിന്റെ പ്രാരാബ്ദങ്ങൾ വരുമ്പോ ഭാര്യയും ഭർത്താവും തമ്മിൽ യുദ്ധമാണ്, കുടുംബ കലഹങ്ങളാണ്, എന്നും പ്രശ്നങ്ങളാണ്. ഇതിന്റെ ഒക്കെ കാരണം എന്താണ്? തൊലിയുടെ നിറം നോക്കി, ഗ്ലാമർ നോക്കി, സൗന്ദര്യം നോക്കി കല്യാണം ആലോചിക്കുന്ന ചെറുപ്പക്കാരെ മനസ്സിലാക്കണം. അള്ളാന്റെ റസൂല് പറഞ്ഞു, തൊലിയുടെ സൗന്ദര്യം നോക്കിയിട്ട് ഏതെങ്കിലും കോളേജ് കഴിഞ്ഞു പോകുമ്പോ, സ്കൂൾ കഴിഞ്ഞു പോകുമ്പോ ടൂലർ കറങ്ങി തിരിച്ചിട്ട് ആ പെൺകുട്ടികളെ പരുന്തിനെ പോലെ റാജാൻ വേണ്ടി വട്ടമിട്ട് പറക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരായ ആണുങ്ങളും പെണ്ണുങ്ങളും കേൾക്കണേ, പെൺകുട്ടികളും കേൾക്കണേ. പുരുഷനാകുന്ന ഭർത്താവിന്റെ സൗന്ദര്യവും അവന്റെ ബൈക്കും മാത്രം കണ്ടിട്ട് അവൻ മതി എനിക്കെന്ന് പറഞ്ഞിട്ട് ഒന്നും നോക്കാതെ, നമസ്കാരം നോക്കാതെ, ദീന് നോക്കാതെ, അവന്റെ തമ്മാടിത്തരം നോക്കാതെ, അവന്റെ സ്വഭാവം നോക്കാതെ, അവന്റെ വളർന്ന ചുറ്റുപാട് നോക്കാതെ, അവന്റെ കാറ് കാണുമ്പോ, അവന്റെ മോടി കാണുമ്പോ, അവന്റെ ശരീര ഷേപ്പ് കാണുമ്പോ, അവന്റെ മസിൽ കാണുമ്പോ, അവന്റെ സൗന്ദര്യം കാണുമ്പോ, അവന്റെ വീടിന്റെ വണ്ണ വലിപ്പം കാണുമ്പോ, അവന്റെ ഷൈൻ ചെയ്യൽ കാണുമ്പോ അവന് മതി എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ ദീനില്ലാത്ത, പള്ളിയിൽ കയറാത്ത, ഇസ്ലാമില്ലാത്ത തമ്മാടുകളായ ചെറുപ്പക്കാരോടുകൂടെ കല്യാണം കഴിക്കാൻ മനസ്സ് കാണിക്കുന്ന, അവരെ പ്രേമിക്കുന്ന, അവരെ പ്രണയിക്കുന്ന, ഒരു താൽക്കാലിക സുഖത്തിന് വേണ്ടി സൗന്ദര്യം മാത്രം യുഗമാക്കി, അത് മാത്രം ഘടകമാക്കിയിട്ട് വിവാഹത്തിലേക്ക് കടന്നു ചെല്ലുന്ന ചെറുപ്പക്കാർ, വിവാഹത്തിലേക്ക് കടന്നു ചെല്ലുന്ന ചെറുപ്പക്കാരികൾ, അവർക്ക് ജീവിതം പച്ച പിടിപ്പിക്കാൻ സാധ്യമല്ല. ആണോ? അല്ല. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൗന്ദര്യം കണ്ട് കെട്ടരുത്, കല്യാണം കഴിക്കരുത് എന്ന് പറയാനുള്ള കാരണം എന്താ? വള്ളം തെളിഞ്ഞു എന്ന് വന്നാൽ പൊന്നേ, കുളിക്കുവാൻ ആളുകൾ കൂടുമെന്നാ തന്നെ. വള്ളം തെളിഞ്ഞു എന്ന് വന്നാൽ പിന്നെ കുളിക്കുവാൻ ആളുകൾ കൂടുമെന്നാ പൊന്നേ. കുളത്തിലെ വെള്ളം നല്ല തെളിയാന്ന് കണ്ടാൽ കുളിക്കാൻ ആളിങ്ങനെ വരും. ഇവന്റെ ഭാരം നല്ല സൗന്ദര്യവതി എന്ന് പറഞ്ഞാൽ അപ്പയാണ് വാതിലിന് മുട്ടലും, ജനലിന് മുട്ടലും, ഓടെടുക്കാൻ ശ്രമിക്കലും, ചൂളം വിളിക്കലും, ആളുകൾ ശല്യപ്പെടുത്തലൊക്കെ അല്ലേ? ഞാൻ പറഞ്ഞത് ശരിക്കും മനസ്സിലാക്കണം. വെള്ളം തെളിഞ്ഞു എന്ന് വന്നാൽ പിന്നെ കുളിക്കാനതാളുകൾ കൂടുമെന്നാ പൊന്നേ. എത്ര അർത്ഥവത്തായ വാക്യമാണത്. വെള്ളം തെളിഞ്ഞാൽ അതല്ലേ വളരെ ചുരുക്കി ഞാൻ പറഞ്ഞു വരികയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന ആശയങ്ങളൊക്കെ മനസ്സിലായിക്കോ. ഇത് ജീവിതത്തിൽ നിങ്ങൾക്ക് സൗഭാഗ്യത്തിന് വേണ്ടിയുള്ള മുത്തനബിന്റെ ഹദീസുകളും മരുന്നുകളാ. ഇത് നിങ്ങൾ കേട്ടോ, നിങ്ങൾ വിജയിച്ചു, നിങ്ങളെ കുടുംബം വിജയിച്ചു, നിങ്ങളെ സന്താനം വിജയിച്ചു, നിങ്ങളെ വീട് വിജയിച്ചു. ഇല്ല ഇത് കേൾക്കാതെ പുച്ഛിച്ച് സൗന്ദര്യത്തിന്റെ ബാക്കിൽ തെണ്ടിക്കോ, ദുനിയാവും ആഖിറത്തിലും പരാജയത്തിലാണ്. പെൺകുട്ടികളൊക്കെ മനസ്സിലാക്കണം. ഞാൻ ആ വഴി ആ ഭാഗത്തേക്ക് വരാം. എന്റെ ചെറുപ്പക്കാര് പെൺകുട്ടികളൊക്കെ വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താ? എല്ലാ സമയത്തും നിങ്ങൾ ദുആ ചെയ്യണം, പാതിരാത്രിയും പകൽ സമയത്തും ഒക്കെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ അല്ലാഹുവേ, ഹബ് ലനാ ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ, മിൻ അസ്വാജിനാ ഞങ്ങളെ ഭാര്യമാരിൽ നിന്ന്, വദുർരിയാതിനാ ഞങ്ങളെ കുഞ്ഞുമക്കളിൽ നിന്ന്, ഖുർറത അയുനിൻ ഞങ്ങളെ കൺകുളിർമയേകുന്ന മക്കള്, അംഗവൈകല്യമില്ലാത്ത, ബുദ്ധിമാന്യമില്ലാത്ത, വികലാംഗത്വമില്ലാത്ത, കുരുത്തക്കേടില്ലാത്ത, തമ്മാടിത്തരമില്ലാത്ത, മാനക്കേട് വരുത്തി വെക്കാത്ത, അപമാനഭാരം മാതാപിതാക്കൾക്ക് വരുത്തി വെക്കാത്ത സാലിഹാത്തുകളായ ഭാര്യമാരെ കൊണ്ട് റബ്ബേ സാലിഹാത്തുകളായ മക്കളെ നൽകണേ
അല്ലാഹ് എന്ന് 5 വഖത്തും നെഞ്ചുരുകി ഖിബലയ്ക്ക് നേരെ തിരിഞ്ഞു നിന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ഭാര്യമാര് സാലിഹത്തായാലേ അതിലുണ്ടാകുന്ന മക്കള് സാലിഹീങ്ങളാവുകയുള്ളൂ. ഭാര്യമാര് തമ്മാടികളായാൽ ആ മക്കള് പരമതെണ്ടികളാണ്, അവര് തമ്മാടികളാണ്, അവര് ക്രിമിനൽ കുറ്റവാളികളാണ്, അവര് മാല തട്ടിപ്പിടിക്കുന്നവരാണ്, അവര് ബൈക്ക് മോഷ്ടാക്കളാണ്, അവര് ഫോണ് മോഷ്ടാക്കളാണ്, അവര് സെക്സിന്റെ അടിമകളാണ്, അവര് ലൈംഗിക ചുവയുള്ളവരാണ്, അവര് സാമൂഹ്യ ദ്രോഹിയാണ്, അവര് പോലീസ് സ്റ്റേഷന്റെ അടിമകളാണ്. എന്തുകൊണ്ട്? നിന്റെ ബീജം പോയി വീണ ഗർഭപാത്രം അത് സാലിഹാത്തായ പെണ്ണല്ലോ. അറിയണം, നിങ്ങൾ അറിയണം ചെറുപ്പക്കാരെ, സഹോദരിമാരെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, കല്യാണം ആലോചിക്കുമ്പോ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. നമ്മൾ സൗന്ദര്യം ചില ചെറുപ്പക്കാരൊക്കെ ഉണ്ട്, ഇന്നത്തെ എണ്ണം കണ്ടു പോനെ, ഇന്ന് 10 കണ്ട്, ഇനി നാളെ ഒരു 12 കാണാൻ പോകണ്ട്. നേരം വെളുക്കുമ്പോൾ ബ്രോക്കർ ഉണ്ടാവട്ടെ ഇല്ലാതാവട്ടെ ബൈക്കാണ്ട് അവർക്ക് മുടക്കൊന്നുമില്ല. ഒരു മിച്ചർ ചായം കിട്ടില്ല ഫ്രീ ആയിട്ട്. ഹോട്ടലിൽ പോയപ്പോൾ അതിന് കൊടുക്കേണ്ട 7 റുപ്യ. ഏതായാലും നേരായിട്ട് ചെല്ലും. ആ സാധു പെൺകുട്ടി അഴകൊക്കെ ഒരുക്കി തയ്യാറാക്കിയ വെള്ളം വരും, അത് ശരിയാവില്ല. ഒരു 10, 35, 40, 50, 60 പോയി കാണും. ഒരിക്കലും ഇത് ചെയ്യരുത് ചെറുപ്പക്കാര്. ആത്മാർത്ഥമായി ഞാൻ പറയാം, നമുക്കൊരു പെങ്ങളുണ്ട് സങ്കല്പിക്കുക. ആ പെങ്ങളെ ഒരാൾ വന്ന് കണ്ടു, പറ്റിയില്ല. രണ്ടാമത് ആൾ വന്ന് കണ്ടു, ഇഷ്ടപ്പെട്ടില്ല. മൂന്നാമതൊരാൾ വന്നു, ഇഷ്ടപ്പെട്ടു. ആ മാതാപിതാക്കളെ മനസ്സിന്റെ വേദന എത്ര ആവും? പോട്ടെ, ആ പെൺകുട്ടി എന്താ ചിന്തിക്കുക, പടച്ചോനെ എനിക്ക് എന്തിരിക്കും, എനിക്ക് സൗന്ദര്യം ഇല്ലാത്ത കൊണ്ടായിരിക്കാം, ഇനി ഞാൻ ആർക്കും പറ്റൂല, ഇനി ആർക്കും പറ്റണില്ല, ഞാൻ കുടുംബത്തിന് പ്രയാസായോ. നമ്മൾ ചെറുപ്പക്കാർ ഇങ്ങനെ ഫാനും ഷൂട്ടും കോട്ടും കെട്ട് കണ്ട് പോവാ, എന്നൊരു പള്ളാർച്ച് വള്ളാണ്ട് പെന്തിട്ട് അത് ശരിയാവില്ല, അത് പോരാ, അത് ഗ്ലാമർ ഇല്ല. അത് അവിടെ അങ്ങോട്ട് തെറിച്ചിക്കണ്, ചുണ്ട് ഇങ്ങോട്ട് തൂങ്ങിക്കണ്, പല്ല് അങ്ങോട്ട് പൊന്തിക്കണ്, അത് അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് 50, 60, 100, 1000 ഒക്കെ പെൺകുട്ടികളെ കാണാൻ വേണ്ടി പോകുന്ന ചെറുപ്പക്കാര് അതൊരു പാത കാണുന്നത് ചെയ്യരുത് കേട്ടോ. ഇത് ചെയ്യരുത്. നമ്മുടെ പെങ്ങളെ കൊണ്ട് നിങ്ങൾ നോക്ക്, നമുക്കൊരു പെങ്ങളുണ്ട്, നേരം വെളുത്ത ആളുകൾ ഇങ്ങനെ വരെ കാണാൻ പോവാ. ഈ പെൺകുട്ടി കാണാൻ പോകുന്നത് കുളിച്ച് വസ്ത്രം മാറ്റി മുടിയൊക്കെ ചീകി എന്നെ പറ്റട്ട റബ്ബേ എന്ന നെയ്യത്തോടു കൂടി കാണാൻ പോവാം. എന്നിട്ട് നമ്മൾ തൊലി അഴകി നോക്കിയിട്ട് വേണ്ട എന്ന് പറഞ്ഞ് പോരുന്ന സംസ്കാരം നമ്മൾ ഉണ്ടാവരുത്, ഒരിക്കലും ഉണ്ടാവരുത്. ആ പെണ്ണിന്റെ വേദന നമുക്ക് അനുഭവപ്പെടും, ആ കുടുംബത്തിന്റെ കണ്ണുനീർ നമുക്കുണ്ടാകും. അതുകൊണ്ട് ഏകദേശമൊക്കെ റെഡിയാകും എന്ന് കണ്ടാൽ മാത്രം പോയാൽ മതി. പല ആളുകളും വരും വീട്ടിക്ക്, ഇന്നൊരു ടീമിന് പോവാണ്ട്, എവിടെയാണ് ഇന്ന് ആലത്തിയൊരു പെൺകുട്ടിയെ കാണാൻ പോകുന്നുണ്ട്, എന്താ മട്ടം 110 വോൾട്ടാണ്, ടോർച്ച് വേണ്ട, നിനക്ക് ഫിറ്റാണ് എന്നൊക്കെ പറഞ്ഞാണ്ട് കൊണ്ടുപോകും. കാണുമ്പോ ഉദ്ദേശിച്ച പോലെ സൗന്ദര്യം ഉണ്ടാവൂല, അത് പറ്റിയിട്ടില്ലേ. ഞാൻ മംഗലത്ത് വേറൊന്നുണ്ട് 135 വോൾട്ടാണ്, അത് കാണണ്ടേ, വാ വണ്ടി എടുക്ക്. എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് അറിയും, ഒരു 100 രൂപ തരും ചായ കുടിക്കാന്, 2-3 കണ്ടല്ലോ, ഒന്നും റെഡി ആയിട്ടില്ല. ഇതാണ് ഇവരുടെ ലക്ഷ്യം. എല്ലാവർക്കും അല്ലട്ടോ, ചില ആളുകൾക്ക്. അതുകൊണ്ട് ഞാൻ പറയുന്നു, കല്യാണം കഴിച്ച് നല്ല ജീവിതത്തിൽ കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, കല്യാണ സമയം അല്ലാഹു മഹത്വമാക്കിയ സമയമാണ്. ആ കല്യാണത്തിന്റെ അതേ ദിവസവും തലേ ദിവസവും ഒക്കെ ഈ ഒരു പെൺകുട്ടിയെ, ദീനിയായ പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ട് തീരുമാനിച്ചതിന്റെ ശേഷം കല്യാണ ദിവസം കടന്നു വരുമ്പോ എന്റെ ചെറുപ്പക്കാര് ശരിക്കും മനസ്സിലാക്കണം, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ, നല്ല മക്കളെ നൽകണേ അല്ലാഹ്, നല്ല ഭാര്യമാരെ നൽകണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തിട്ട് കല്യാണം ഉറച്ച് അന്നേ ദിവസം പുതിയ പിള ഇറങ്ങുന്ന സമയത്ത് ചെറുപ്പക്കാർ റൂമിൽ ചെന്നിട്ട് നല്ല വസ്ത്രമൊക്കെ മാറ്റിയിട്ട് വീട്ടിന്റെ കോലായിലേക്ക് ഇറങ്ങിയിട്ട് പള്ളിയിലെ ഖതീബ് ഉസ്താദ് വന്നിട്ട് അല്ലാഹുവിന്റെ പോരിശയാക്കപ്പെട്ട ഫാത്തിഹ സൂറത്ത് ഓതിയിട്ട് ഖുർആനിന്റെ 1/3 പ്രതിഫലം കിട്ടുന്ന ഇഖ്ലാസ് സൂറത്ത് 3 വട്ടം ഓതിയിട്ട് എല്ലാ ശർറിൽ നിന്നും കാവൽ ലഭിക്കുന്ന സൂറത്തുൽ ഫലഖും നാസും ഓതിയിട്ട് അല്ലാഹുവേ ബാറകല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ, ഈ
ചെറുപ്പക്കാരനും അവന്റെ ഭാര്യക്കും അവരുടെ ദാമ്പത്യ ജീവിതത്തിലും നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ എന്ന് ഖതീബ് ഉസ്താദ് ദുആ ചെയ്തിട്ട് ആ ഖതീബ് ഉസ്താദ് ആ മഹല്ലത്തിലെ ഉസ്താദ് അടുത്ത വാഹനം കയറി പള്ളിയിൽ എത്തുന്നതിന് മുമ്പ് അപശബ്ദങ്ങൾ ഉണ്ടാക്കിയിട്ട് പടക്കം പൊട്ടിച്ചിട്ട് അപശബ്ദങ്ങൾ ഉണ്ടാക്കിയിട്ട് വേണ്ടാത്ത കോപ്പിരാട്ടത്തരങ്ങൾ കളിച്ചിട്ട് എത്രയോ ചെറുപ്പക്കാരാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, വേദനയോടെ ഞാൻ പറയുകയാ, മുത്തുനബിന്റെ സുന്നത്തിന്റെ മുഖത്ത് നിങ്ങൾ കരിവാരി തേച്ചാ ആ കണ്ണുനീര് നിങ്ങളുടെ ജീവിതത്തിൽ കാണും കേട്ടോ. അല്ലാഹുവിന്റെ പ്രതിഷ്ഠമായ പോരിശയാക്കപ്പെട്ട നിക്കാഹ് കഴിഞ്ഞിട്ട് ഖുർആൻ പാരായണം കഴിഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരന് വേണ്ടി ഉസ്താദ് ദുആ ചെയ്തിട്ട് ആ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാതെ ഒന്നാം ആകാശത്ത് എത്തുന്നതിന് മുമ്പേ നിന്റെ ഫ്രണ്ട്സുകൾ എന്ന് പറയുന്ന ഫ്രണ്ട്സുകള്, ബുദ്ധിയുള്ളവർ ഇത് ചെയ്യില്ല. മന്ദബുദ്ധികളായ ഫ്രണ്ട്സുകള് അത് പുതിയ ഇറങ്ങുമ്പോ, മണിമാരൻ ഇറങ്ങുമ്പോ ഒരുപാട് പടക്കം പൊട്ടിച്ചിട്ട് നിലവിളിച്ചിട്ട് ആർപ്പി വിളിച്ചിട്ട് വാഴപ്പഴവും തെങ്ങും തയ്യൊക്കെ പിടിച്ചിട്ട് വേണ്ടാത്ത ശബ്ദമുണ്ടാക്കി കള്ളിമുണ്ടെടുത്ത് പുള്ളിമുണ്ടെടുത്ത് വേണ്ടാത്ത കോപ്പിരാട്ട് തരങ്ങൾ കാട്ടിയിട്ട് നിന്റെ ഭർത്താവിന്റെ പുരുഷുദ്ധമായ ആ കർമ്മത്തിലെങ്ങാനും നീ കണ്ണീര് നാളെ അവൻ പുതിയ പിളയാണ്, ഇന്ന് ഇവൻ പുതിയ പിളയാണ്. അവന്റെ ഫ്രണ്ട്സുകളായ നിങ്ങളൊക്കെ എന്നും ഈ ആരോഗ്യം നിലനിൽക്കില്ല, എന്നും ഈ സന്തോഷം നിലനിൽക്കില്ല. മോനെ, 2 കൊല്ലം കഴിയുമ്പോ നിനക്ക് സന്താനങ്ങൾ വേണ്ടേ, നിനക്ക് കുടുംബങ്ങൾ വേണ്ടേ? ഈ കോപ്പിരാട്ട് തരം കളിച്ച ആര് പറഞ്ഞാലും കേൾക്കാത്ത എല്ലാ മഹല്ലത്തിലുമുള്ള ഒരു വൈറസാണിത്. ആര് പറഞ്ഞാലും കേൾക്കാത്ത എന്റെ ചെറുപ്പക്കാരെങ്ങാനും ഏതെങ്കിലും ഒരു പുതിയ പിളയിറങ്ങുമ്പോ നിങ്ങളെ വായ കൊണ്ടോ, നിങ്ങളെ നാവ് കൊണ്ടോ, നിങ്ങളെ ശരീരം കൊണ്ടോ, നിങ്ങളെ കാശ് കൊണ്ടോ വേണ്ടാത്ത പ്രവർത്തനങ്ങൾ ചെയ്ത നിങ്ങൾക്കുണ്ടാകുന്ന ഗർഭത്തിലെ കുഞ്ഞോ നിങ്ങളെ കുടുംബ ജീവിതത്തിലോ ഒരു കയ്പ് നീര് അനുഭവിക്കാതെ അല്ലാഹു നിങ്ങളെ വിടുകയില്ല. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. ഒരു ഹാരിസ് സുബൈറിന്റെ വീട്ടിൽ പോയിട്ട് സുബൈർ പുതിയാപ്പിള ഇറങ്ങുന്ന സമയത്ത് ഒരു ഉജാലയുടെ കുപ്പിയൊക്കെ വാങ്ങി, കുറെ സ്പ്രേ കുപ്പിയൊക്കെ വാങ്ങി, ഒരു പുള്ളിമുണ്ടൊക്കെ ഉടുത്ത്, കുറെ വലിയ വായന്റെ ഇലയൊക്കെ കൊണ്ടുവന്ന്, തെങ്ങിന്റെ തൈയൊക്കെ ഓട്ടോറിക്ഷ കൊണ്ടുവന്നിട്ട് ഓട്ടോറിക്ഷ മുട്ടി പാടി ഭയങ്കര സൗണ്ടില് പാട്ടൊക്കെ ഇട്ടിട്ട് കോപ്പിരാട്ട് തരം കഴിച്ചിട്ടുണ്ട്. അങ്ങനെ പോയി കല്യാണക്കാൽ ജഗജല്യായിട്ടുണ്ട് കഴിയും. കല്യാണമൊക്കെ അടിപൊളിയായി കഴിഞ്ഞു, ഉഷാറായിട്ടുണ്ട് കഴിയും. വൈകുന്നേരമാകുമ്പോ ഇവരൊക്കെ ഇവരെ വീട്ടിൽ കണ്ടുപോകും. നാളെ മറ്റുള്ളവന്റെ കല്യാണം. ഇവൻ വിചാരിക്കാണ് എന്റെ കല്യാണത്തിന് ഇവൻ നല്ല തമർത്താടിയിട്ടുണ്ട്, അതുകൊണ്ട് അതിന്റെ 10 ഇരട്ടി തമർത്താടല്. സുബൈറിന്റെ കല്യാണം വരട്ടെ, ഞാൻ കാണിച്ചു കൊടുത്തോളാം. അങ്ങനെ അവര് പദ്ധതിയിടാണ്. നമുക്ക് എന്തൊക്കെ ചെയ്യണം, നന്മ ചെയ്യണം എന്നല്ല, എന്തൊക്കെ കോപ്പിരാട്ടത്തിൽ കളിക്കണം അത് മുഴുവൻ കളിക്കും. ആ സുബൈറിന്റെ കല്യാണം കഴിഞ്ഞ് അതിൽ ആരൊക്കെയുണ്ടോ അവരൊക്കെ പിന്നെ അത് പാരമ്പര്യമായിട്ട് അതിൽ 10 സ്നേഹിതന്മാരുണ്ടോ ആ 10 സ്നേഹിതന്മാരും പരസ്പരം പാര വീട്ടാൻ വേണ്ടി, പക വീട്ടാൻ വേണ്ടി മത്സരിക്കുകയാണ്. ഒന്നിനൊന്ന് മെച്ചം, ഒന്നിനൊന്ന് മെച്ചം, ഒന്നിനൊന്ന് മെച്ചം. എല്ലാരെ കല്യാണം കഴിഞ്ഞു. 24 വയസ്സുള്ള കല്യാണം കഴിഞ്ഞു. 27 വയസ്സാകുന്നു, ഭാര്യയ്ക്ക് ഗർഭമില്ല, എല്ലാവർക്കും കുട്ടിയായി. ഉസ്താദേ, സന്താനങ്ങളില്ല. ചികിത്സിച്ചപ്പോ ഒന്നും കുഴപ്പമില്ലെന്നാ പറഞ്ഞത്. എന്താ സന്താനങ്ങളില്ലാത്തത്? അള്ളാഹുവിന്റെ പരീക്ഷണത്തിന്റെ ഒരു സാഹചര്യമായി കൂടെ. മോനെ, കുടുംബത്തിന്റെ പാതുകമായ വിവാഹത്തിന്റെ അന്ന് നീ കാണിച്ച പേക്കൂത്തരത്തിന് റബ്ബ് നിനക്കൊരു പരീക്ഷണം തരാൻ തീരുമാനിച്ച അറിയുമോ? ജനിക്കുന്ന കുഞ്ഞിനെങ്ങാനും കണ്ണ് കാണാത്ത കുഞ്ഞ് ജനിച്ച മോനെ, ജീവിതത്തിൽ മുഴുവനും നിനക്കതൊരു കണ്ണുനീരാൻ. അന്ത്യശ്വാസം വലിക്കുന്ന നേരത്ത് പോലും എന്റെ കുഞ്ഞിന് കണ്ണില്ലാത്ത ഒരവസ്ഥ, നെടുവീർപ്പിട്ട് ഓർത്തിട്ട് കണ്ണടക്കേണ്ട ഗതികേട് വരില്ലേ? നിനക്ക് 10 മക്കളുണ്ടായി, ഒരു കുഞ്ഞിനെങ്ങാനും ബുദ്ധിമാനം സംഭവിച്ച 5 വയസ്സ് കഴിഞ്ഞതിന്റെ ശേഷം അവസ്മാരം ഇളകിയതാണ്. പിന്നെ തലച്ചോറിന് വളർച്ചയില്ല, കൈകാല് കുഴഞ്ഞു പോയി. എന്തോ സൽഫാന്റെ ഇരകളെ പോലെ ബുദ്ധിമാനമെങ്ങാനും നിന്റെ ഒരു കുഞ്ഞിന് സംഭവിച്ച മോനെ, നിന്റെ ജീവിതം മുഴുവനും കണ്ണുനീലായി പോയില്ലേ? എന്തുകൊണ്ടെന്നറിയോ? ഓർക്കണേ ചെറുപ്പക്കാരാ, ചിരിക്കുമ്പോ ചിന്തിക്കാൻ സമയം കണ്ടെത്തണേ. കളിക്കുമ്പോ കളിപ്പിച്ചവരെ കുറിച്ച് ഓർക്കുമ്പോ
ഈ ഒരു സാഹചര്യം ഓർക്കണേ. നിന്റെ ജീവിതത്തിലെങ്ങാനും നിന്റെ ഭാര്യയുടെ ഗർഭത്തിലോ ജനിക്കുന്ന കുഞ്ഞിലോ വേണ്ട, അതൊന്നും വേണ്ട, നിന്റെ ഭാര്യയിലോ വേണ്ടാത്തരങ്ങൾ കണ്ടാൽ അതിന്റെ കുറ്റക്കാരൻ നീയാണ്. ഒന്ന്. മറ്റൊന്ന്, ചില വീട്ടിലൊക്കെ കല്യാണാണ്, പക്ഷേ കല്യാണത്തിന് ദിവസം വെച്ചു, നിശ്ചയിച്ചു. അഹമ്മദാജിയുടെ മകൾ ഖദീജയും സുബൈറാജിയുടെ മകൻ ഷെരീഫും തമ്മിലുള്ള വിവാഹമൊക്കെ ഉറപ്പിച്ചു. ഇന്ന് ദിവസം വെക്കലാണ്. മിഠായിണ്ട്, ചുരിദാറുണ്ട്, സ്വർണത്തിന്റെ മോതിരമുണ്ട്. പെങ്ങന്മാരൊക്കെ വന്നു, കയ്യിലൊക്കെ ധരിച്ചിട്ട് നല്ല സന്തോഷത്തിൽ പോയി. ആ പോകുന്ന സമയത്ത് ആ പെങ്ങന്മാരോടുകൂടെ ഒരു സാധനം കൂടി അവൻ കൊടുത്തേച്ചു. അതിന്റെ പേര് മൊബൈൽ ഫോൺ. ശ്രദ്ധിക്കണം, അതിന്റെ പേര് മൊബൈൽ ഫോൺ. ആ മൊബൈൽ ഫോൺ ബാപ്പയോ ആങ്ങളയോ അളിയനോ ബന്ധുക്കൽപ്പെട്ട ഒരാൾ പോയിട്ട് പെണ്ണിന് കൊടുക്കാൻ, ഒരു സിമ്മും കൊടുക്കാൻ. അന്ന് രാത്രി ഒരു ഫോൺ വിളിയടിക്കുന്നു. ഹലോ, ആരാ? എന്നെ അറിയില്ലേ? ആ, ഞാന് അറിയല്ലോ. അറിയാതിരിക്കോ? പിന്നെ 1 മണിക്കൂർ 1.5 മണിക്കൂർ കുറുകുറു കുറുകുറു കുസുകുസു കുടുകുടു. ആരെ പേടിക്കാൻ? അമ്മാനെ പേടിക്കാണ്ടോ? ഇല്ല. കാരണം എന്താ? ഓളെ കെട്ടാൻ പോണ ചെക്കനല്ലേ, വല്ലതും പറയാൻ പറ്റുമോ? നരകത്ത് കിടക്കൂലേ? യാ അല്ലാ. അമ്മ കാണാത്ത പോലെ, ബാപ്പ കേൾക്കാത്ത പോലെ എല്ലാരും നിശബ്ദം, മൗനം, സമ്മതം. വിളിച്ചോട്ടെ, കുഴപ്പമില്ല, കപ്പുണ്ടാവും, വിളിച്ചോട്ടെ, എല്ലായിടത്തുള്ള പതിവല്ലേ, നമ്മൾ നോക്കണ്ട, എല്ലായിടത്തുള്ള പതിവല്ലേ. ഫോൺ കൊടുത്തു വിട്ടു. രാത്രി തളയണ മന്ത്രമാണ്. 1 മണിക്കൂർ 1.5 മണിക്കൂർ 2 മണിക്കൂർ ഈ അന്യരായ അജ്നബിയായ ചെറുപ്പക്കാരനുമായി ടെലിഫോണിലൂടെ, മൊബൈൽ ഫോണിലൂടെ സംസാരിക്കുന്ന ഓരോരോ സെക്കൻഡുകളും വ്യഭിചാരമാണ്, 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 വ്യഭിചാരമാണ്. അതിന്റെ ഗൗരവം എന്തേ പെങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല? വേണ്ട, ഈ വേണ്ടാത്തരങ്ങൾ വേണ്ട. ഈ മൊബൈൽ ഫോണ് എന്ന് പറഞ്ഞിട്ട് 2 സാക്ഷി മുഖാന്തരം പിതാവോ വക്കാലത്തേൽപ്പിക്കപ്പെട്ടവരോ ഈ ഭർത്താവിന് സമ്മതം കൊടുത്ത് ഖബിൽതു എന്ന് സമ്മതിച്ചാലല്ലാതെ ആ പെണ്ണിനെ കാണാനോ അവളുമായി സംസാരിക്കുവാനോ അവളെ കൈപിടിക്കുവാനോ വർഷം എത്ര കഴിഞ്ഞാലും ഏത് പരമാണു ചെറുപ്പക്കാരനാണെങ്കിലും ഇസ്ലാമിന്റെ നിയമം അംഗീകരിച്ചിട്ടില്ല. എവിടെ നമുക്ക് പിഴവ് പറ്റിയത്? എവിടെ നമുക്ക് പിഴവ് പറ്റിയത്? എവിടെയാ പിഴച്ചു പോയത്? കഴിഞ്ഞോ, തിരിച്ചു വരുന്നു, അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ അപ്പൊ പുതിയ പ്ലെയർ ഇറങ്ങുമ്പോ വേണ്ടാത്തരങ്ങൾ വേണ്ട, കണ്ണിനീര് കുടിക്കേണ്ടി വരും. നിങ്ങൾ എഴുതി വെച്ചോ. കഴിഞ്ഞില്ല, കല്യാണം കഴിഞ്ഞു, ഇത് വേണ്ട, ടെലിഫോൺ ബന്ധം വേണം, നിക്കാഹ് ചെയ്തോ. നിക്കാഹ് ഒന്നും ചെറുപ്പക്കാർക്ക് അറിയില്ല. നിക്കാഹ് പോലും ചെറുപ്പക്കാർക്ക് അറിയില്ല. മുമ്പ് ഒരു ചെറുപ്പക്കാരൻ നിക്കാഹ് ചെയ്യാൻ വേണ്ടി ഉസ്താദ് വന്നിരുന്നിട്ട് ചെറുപ്പക്കാരൻ ഓനക്ക് അതേ അറിയുള്ളൂ. എന്താ ചെയ്യാ? ഇങ്ങനെ നിൽക്കാൻ അവർക്ക് അറിയില്ല. അവൻ എന്തൊക്കെ കേൾക്കുന്നുണ്ട്, അവർക്ക് കേട്ട് പരിചയം വേണ്ടേ? വല്ലപ്പോഴൊക്കെ ഒരു സദസ്സിൽ പോയിരിക്കണ്ട. ഇല്ലല്ലോ. പുതിയാപ്പിള നിക്കാഹ് ചെയ്യുമ്പോ അവന്റെ പരിപാടി പന്തല് പപ്സാണോ ഐസ്ക്രീം ആണോ നോക്കുകയാണ്. അവൻ ബേക്കിലാ പോയിരിക്കണത്. ഇതൊന്ന് കേട്ട് പഠിക്കണ്ട, നാളെ എനിക്കും കെട്ടാനുള്ളതാണ്, നാളെ എനിക്കും കല്യാണം കഴിക്കാനുള്ളതാണ്. അപ്പൊ കയ്യും കാലം വറക്കാതിരിക്കാൻ ഇതൊക്കെ ഒന്ന് കേൾക്കട്ടെ എന്ന് വിചാരിച്ച് മുമ്പിലൊക്കെ ഒന്ന് തൊപ്പിക്കെട്ടുന്നു അച്ചടക്കത്തിൽ പോയി ഇരുന്നിട്ട് ഇത് കേൾക്കണ്ടേ? കേൾക്കൂല അല്ലേ? അല്ലെങ്കിൽ പുതിയാപ്പിളയോട് ഖബിൽതു ഡബിൾ ടു ഇയാൾക്ക് ഇതേ അറിയുള്ളൂ. ഇങ്ങനെ പറഞ്ഞിട്ട് നിക്കാഹിന്റെ സീഅ പോലും അറിയാതെ ഇത് നമ്മളൊക്കെ വിചാരം ഇത് ഒരു പെണ്ണ് കെട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ഹോബിയാണ്. അതൊരു മിക്സി വാങ്ങുക, അത് കേടുവരുമ്പോൾ ഒഴിവാക്കുക, അടുത്ത മിക്സി വാങ്ങുക, അത് കേടുവരുമ്പോൾ ഒഴിവാക്കുക. അല്ല, നമ്മളങ്ങനെയാണ്. അള്ളാഹു ഏറ്റവും വെറുപ്പുള്ള എന്നാൽ ഗത്യന്തരമില്ലാത്ത സമയത്ത് അനുവദിച്ചതാണ് തലാഖ്. അള്ളാഹുവിന്റെ അർശ് പോലും വറക്കുന്ന സമയമാണ് ഒരു പെൺകുട്ടിയെ കാര്യം തീർക്കുന്ന സമയം. എന്നാ നമുക്കിത് കുട്ടികളിയാ? അള്ളാഹുവിന്റെ അർശിലെ മാലാഖമാര് പോലും വറക്കുന്ന സമയം. തലാഖ് ഒരു പെണ്ണിന്റെ ജീവിതം കൊണ്ട് അമ്മാനമാടാണ് നമ്മള്. അത് സംഭവിക്കരുത്, ശ്രദ്ധിക്കണം. അതിനു വേണ്ടി ഞാൻ പറയാൻ, കല്യാണം കഴിഞ്ഞു, ആദ്യ രാത്രി പെണ്ണിന്റെ തലയിൽ കൈവച്ചിട്ട് ആയത്തുൽ കുർസി ഊതി നല്ല നല്ല ഉപദേശങ്ങൾ നൽകി. 2-ാം ദിവസം നേരം വെളുക്കുമ്പോ അവർക്ക് ഹണിമൂണിന്റെ സമയമാണ്.
അവന്റെ പുതിയ കാറോ ബൈക്കോ എടുത്തിട്ട് താൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ ബൈക്കിന്റെ ബേക്കിലിരുത്തിയിട്ട് നേരെ കോഴിക്കോട് പോവുകയാണ്. ഫോക്കസ് മാള് കണ്ടു, അവിടെ നിന്ന് അങ്ങോട്ട് ഹൈലൈറ്റ് മാള് കണ്ടു, അവിടെ നിന്ന് അങ്ങോട്ട് പുതിയ റിലീസായ സിനിമക്കാ പിന്നെ പോകുന്നത്. ആ ഭാര്യയും ഭർത്താവും കൂടെ റിലീസായ പുതിയ സിനിമ കണ്ട് ഇറങ്ങുമ്പോ കടലയുടെ മണികൾ ചൊറിച്ചിറങ്ങിയിട്ട് തന്റെ ബൈക്കിന്റെ ബേക്കില് കാറി പറക്കുമ്പോ പാറി പറന്നിട്ട് കോയമ്പത്തൂരും ഊട്ടിയും കൊടൈക്കനാലും മദ്രാസും ഒക്കെ എല്ലാ സ്ഥലങ്ങളിലേക്കും നിന്റെ ഭാര്യയുമായി നീ പോകുമ്പോ ആ പോകുന്ന സമയത്ത് ആ ഭാര്യയുടെ തല മറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അവളെ തലയിൽ ഷാളാണ്. അവന്റെ ബൈക്കിൽ പാറുമ്പോ അവന്റെ തലയിലെ ഷാള്, പെണ്ണിന്റെ ഷാള് തോളിലോട്ട് നീങ്ങി നീങ്ങി പോകുമ്പോ ഒരു കൈ കൊണ്ട് ഭർത്താവിനെ പിടിക്കണം, മറ്റേ കൈയിൽ ബാഗ് പിടിക്കാനുണ്ട്. തട്ടം ഇങ്ങനെ പാറി പോകുമ്പോ അത് കൈ കൊണ്ട് ശരിയാക്കാൻ പോലും ആ പെണ്ണിന് പറ്റാതെ ബാക്കിൽ വരുന്ന വാഹനക്കാർ മുഴുവനും നിന്റെ ബൈക്കിന്റെ ബാക്കിലുള്ള പെണ്ണിന്റെ തലമുടിയും ശരീരത്തിന്റെ വണ്ണവലിപ്പവും കണ്ടിട്ട് ആസ്വദിക്കുമ്പോ കുറ്റക്കാരൻ ചെറുപ്പക്കാരെ നമ്മളാണ്. എല്ലാം പഠിച്ചോളി, എല്ലാം ആലോചിച്ചോളി. കുടുംബജീവിതം കത്തിക്കുത്തിൽ കലയാശിക്കാതിരിക്കാൻ ഇത് വെറുതെ പറയില്ല. കുടുംബജീവിതം തമ്മിലടിയിലാണ്. പുല്ലൂരിലാൽ കണ്ടില്ലേ, ഒരു കുടുംബക്കാരനല്ലേ തന്റെ അമ്മോശനെയും അളിയനെയും കത്തിയെടുത്ത് കുത്തിമലർത്തിപ്പോയത്. എത്ര കൊലപാതകങ്ങൾ, എത്രയോ കുടുംബ കലഹങ്ങൾ. അളിയൻ വന്നിട്ട് കല്യാണത്തിന് ക്ഷണിക്കാൻ വേണ്ടി മിനിയാനല്ലേ തേഞ്ഞിപ്പാലത്ത് വള്ളിക്കുന്നില് അളിയന് കല്യാണത്തിന് ക്ഷണിക്കാൻ വേണ്ടി സുന്നത്തായ കർമ്മത്തിന് വേണ്ടി തന്റെ പെങ്ങളുടെ വീട്ടിലേക്ക് കല്യാണത്തിന് മകളെ കല്യാണം ക്ഷണിക്കാൻ വേണ്ടി വന്നപ്പോ മുസ്ലിമായ മൊയ്തീൻ എന്ന് പറയുന്ന ഒരു ബാപ്പ അളിയനെ അടിച്ചില്ലേ. അടിച്ചപ്പോ അളിയനെ സഹിക്കാൻ കഴിയാതെ ഭാര്യ വന്ന് പിടിച്ചു വെച്ചപ്പോ ഭാര്യ അടിച്ചില്ലേ. ഭാര്യ നിലത്ത് വീണിട്ട് പിടഞ്ഞി ലോകത്തോട് വിട പറഞ്ഞില്ലേ. 4ഉം 5ഉം മക്കളുള്ള വയോധികരായ തസ്ബീഹ്മാല കയ്യിൽ പിടിച്ചിട്ട് തഹജ്ജുദും ദുഹായും നിസ്കരിച്ചിട്ട് മക്കള് പേരമക്കളായ തലമുടിയും താടിയും നിറച്ച പിതാക്കന്മാര് പോലും തന്റെ ഭാര്യയെ മുൻദേശത്തിന്റെ പേരിൽ അടിച്ചു കൊല്ലുമ്പോ സഹോദരങ്ങളെ, എവിടേക്കാ കുടുംബകലഹം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഇതിന്റെ മുഴുവനും പാതുകം പിഴച്ചുപോയി. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ കല്യാണത്തിലേക്ക് വരികയാണ്. കല്യാണം കഴിഞ്ഞു. വേണ്ടാത്തരങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ, ഒഴിവാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു വരുന്നത്. കല്യാണം കഴിഞ്ഞു, മാസങ്ങളും കൊല്ലങ്ങളും ഒക്കെ കഴിഞ്ഞു. ഒരു ദിവസം അതാ ഒരു മനുഷ്യന് ഫോൺ വരികയാണ്. എന്താ ഫോണ്? മോനെ, നല്ലൊരു വിസണ്ട് ഒമാനിക്കാണ്, നല്ല ഒരു ഫുന്തുക്കിലാണ്, അല്ലെങ്കിൽ ബക്കാരയിലാണ് ജോലി. ശമ്പളം 2500 ദിർഹംസാണ്, റിയാലാണ്. വിസക്ക് കാശൊന്നും കൊടുക്കണ്ട. അങ്ങനെ പറഞ്ഞ് എല്ലാം പറഞ്ഞുറപ്പിച്ചു. ഗൾഫ് പോവാൻ. ഭാര്യയ്ക്ക് ഭയങ്കര സങ്കടം, ഭർത്താവിനോ ഭയങ്കര സങ്കടം, കുടുംബത്തിനൊക്കെ സങ്കടം. അങ്ങനെ സങ്കടവുമായി ഭർത്താവ് ഗൾഫിലേക്ക് പോകുന്ന ദിവസം വന്നു. 8 മണിക്കാണ്. പള്ളിയിലെ ഉസ്താദ് വന്നു, അൽ ഫാത്തിഹ വിളിച്ചു. പാവം പ്രവാസികൾ അറക്കാൻ കൊണ്ടുപോണ പശുക്കളെ പോലെയാണ്, പോത്തിനെ പോലെയാണ് പ്രവാസികളുടെ അവസ്ഥ അല്ലേ? പോയവർക്കേ അറിയുള്ളൂ, നമ്മക്കറിയില്ല. നമ്മക്ക് നോട്ട് കെട്ടി എണ്ണേ പരിചയമുള്ളൂ. പോയവർക്കറിയാം ആ ദിവസം നരകത്ത് പോണമായിരിക്കാ. പോവാതിരിക്കാൻ നിർബന്ധമില്ലേ? ബാപ്പാക്കും ഉമ്മാക്കും വേണ്ടി പോവാണ്. ബാപ്പ കുറേ പറഞ്ഞു തുടങ്ങിയിട്ട്, മോനെ ഗൾഫിൽ പോകണം, മോളെ കെട്ടിച്ച കടണ്ട്, വീട് വലുതാക്കണം, കല്യാണം കഴിക്കണം, ഗൾഫിൽ പോകണം. അങ്ങനെ ഏതായാലും ആ ദിവസം വന്നു. സ്നേഹിതന്മാര് മുഴുവനും വന്നു. ബാഗിൽ ടിക്കറ്റും പാസ്പോർട്ടൊക്കെ റെഡിയാക്കി. പള്ളിയിലെ ഉസ്താദ് വന്നു. അൽ ഫാത്തിഹ. ആ ഫാത്തിഹ കേൾക്കുമ്പോൾ തന്നെ പിന്നെ മനസ്സിൽ നെഞ്ചിടിപ്പ് കൂടുകയാണ്. പോവാനായല്ലോ. റബ്ബേ, 2 കൊല്ലം, 2.5 കൊല്ലം, 3 കൊല്ലം ആരുണ്ടാകും? ഉമ്മ മരിച്ചോ? വാപ്പ ജീവിച്ചിരിപ്പോ? ഞാൻ അവിടെ നിന്ന് വല്ലതും സംഭവിക്കോ? ഒന്നും പറയാൻ പറ്റൂല. ഏതായാലും കുടുംബത്തിന്റെ പച്ച തേടി പിച്ച വെച്ച് പോവാണ്. ഫാത്തിഹക്കെ വിളിച്ച് ഉസ്താദ് ദുആ ചെയ്തിട്ട് ഈ മകൻ ഉമ്മയെ കൂട്ടിപ്പിടിച്ച് കരഞ്ഞ് മാതാവിനെയും പിതാവിനെയും കൂട്ടിപ്പിടിച്ച് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി എല്ലാവരോടും ഞാൻ പോവട്ടെ ഉമ്മ എന്ന് പറഞ്ഞിട്ട് വാഹനത്തിലേക്ക് ഷൂവിട്ട കാലെടുത്ത് വെച്ചിട്ട് നേരെ എയർപോർട്ടിൽ നിന്നിട്ട് വിദേശത്തേക്ക് പോവുകയാണ്.
വിദേശത്ത് പോയി. അവിടെ ചെന്ന് നോക്കുമ്പോ ഭാഷ തിരിയുന്നില്ല, എന്തൊക്കെ പറയുന്നുണ്ട്, ഒന്നും സംസാരിക്കാൻ കഴിയുന്നില്ല. ഏതായിരുന്നു കാരണം 1 ലക്ഷം 1.5 ലക്ഷം ഒക്കെ വിസക്ക് കൊടുത്തിട്ടാ വന്നത്. ഒരുപാട് പ്രാരാബ്ദങ്ങൾ ചുമലിലാണ്. അങ്ങനെ ഗൾഫിൽ ചെന്നിട്ട് 1 മാസം 1.5 മാസം കഴിയുമ്പോ ഏകദേശം അവനക്കൊക്കെ പരിചയമാവാൻ തുടങ്ങി. ആ പരിചയമായി അവൻ ഗൾഫിൽ ഇങ്ങനെ പിച്ച വെച്ച് വളർന്നു വരുമ്പോ ഇവന്റെ വീട്ടിലുണ്ട് ഇവന്റെ ഭാര്യയും മക്കളുമൊക്കെ വീട്ടിലുണ്ട്. ഇടക്കിടക്ക് അമ്മായിയുടെ മകന് വരും, എളാപ്പാന്റെ മക്കള് വരും, സ്നേഹിതന്മാര്, ഭർത്താവിന്റെ സ്നേഹിതന്മാര് വരും, എല്ലാവരും വരുന്നു. സിറ്റ് ഔട്ടിൽ കയറിയിരിക്കുന്നു, വെള്ളം കൊടുക്കുന്നു, ചായ കൊടുക്കുന്നു. അങ്ങനെ ഓരോരോ ആളുകൾ കടന്നു വരുമ്പോ ഇവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. ലൈവായിട്ടാണ് സംസാരം. ഈ ഒരു പരിചയമില്ലാത്ത ഭർത്താവിന്റെ അയൽവാസിയോ സുഹൃത്തോ സുഹൃത്തിന്റെ സുഹൃത്തോ ഏതെങ്കിലും അകന്ന ബന്ധത്തിൽപ്പെട്ട ചെറുപ്പക്കാരോ ആരെങ്കിലും വീട്ടിൽ വന്നിട്ട് എന്താ ഭർത്താവിന്റെ സുഖമെന്താ, സുഖല്ലേ, വിളിച്ചിരുന്നോ, ആദ്യം കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങും. അങ്ങനെ കാര്യങ്ങൾ ചോദിക്കുമ്പോ ഈ പെൺകുട്ടി ദീനില്ലാത്ത ഒരു പെൺകുട്ടിയാണെങ്കിൽ അവൾ നല്ല സംസാരം പറയുമ്പോ അല്ലാഹുവിന്റെ ഖുർആനാണ് ഞാൻ പറയാൻ പോകുന്നത്. സഹോദരങ്ങളെ, വിശുദ്ധമായ ഖുർആൻ അല്ലാഹ് പറയുകയാണ്, ഒരു പെണ്ണ് വീട്ടിൽ നിൽക്കുമ്പോ ഏതെങ്കിലും ഒരു അന്യനായ പുരുഷനോട് നിനക്ക് സംസാരിക്കേണ്ടി വന്നാ ഇനി തഖൈതുന്ന ഫലാ തഖലൈന ബിൽ ഖൗലി ഫയത്മഅല്ലദീ ഫീ ഖൽബിഹി മറദ്. ഇനി തഖൈതുന്ന, മോളെ നീ അല്ലാഹുവിനെ പേടിക്കുന്നവരാണെങ്കിൽ, നരകത്തിനെ പേടിക്കുന്നവരാണെങ്കിൽ ഫലാ തഖലൈന ബിൽ ഖൗലി, അന്യ ആണുങ്ങളോട് നീ സംസാരിക്കുമ്പോ അത് റോട്ടിലാവട്ടെ, അത് വീട്ടിലാവട്ടെ, അത് സ്കൂളിലെ മീറ്റിംഗിലാവട്ടെ, ഏത് ഫംഗ്ഷനിലാണെങ്കിലും ഏത് പരിപാടിയിലാണെങ്കിലും അന്യ ആണുങ്ങളോട് നീ സംസാരിക്കുമ്പോ ഫലാ തഖ്ലഇന ബിൽ ഖൗലി, നിന്റെ സംസാരത്തിൽ പഞ്ചാര വാക്ക് വന്നു പോകരുത്. നിന്റെ സംസാരം ലളിതമായി ആയിട്ട് നല്ല നിലയിൽ നീ ഇങ്ങനെ സംസാരിക്കരുത്. അങ്ങനെ സംസാരിച്ചാ ആണുങ്ങളെ ഹൃദയത്തിൽ ഒരു ചെറിയ രോഗമുണ്ട്, അതൊരു ചെറിയ വീക്ക്നെസ് ആണ്. നല്ല സൗന്ദര്യമുള്ള ഒരു പെണ്ണ്, അത് ഭർത്താവിലുള്ള ഗൾഫിലുള്ള ഒരു പെണ്ണാണെങ്കിൽ അവൾ നല്ല ചക്കര വർത്തമാനം പറയുമ്പോ ആങ്ങളമാരെ പോലെ ഭർത്താവിനെ പോലെ ഏതോ ഒരു അകന്ന ബന്ധുവിനോട് നല്ല മയക്കത്തിൽ നീ സംസാരിച്ച ഖുർആനിക്ക് അല്ലാഹുവിന് ഇതൊക്കെ അറിയുന്ന കാര്യമല്ലേ? അല്ലാഹു പറയുകയാണ്, ആണിന്റെ മനസ്സിൽ രോഗത്തിന് മൊട്ടിടാൻ തുടങ്ങുന്നു. ഒരു വട്ടം ചിരിച്ചു, തിരിച്ചു നീ ചിരിച്ചു. ഒരു വട്ടം മിസ്കോൾ അടിച്ചു, തിരിച്ചു നീ മിസ്കോൾ അടിച്ചു. ഒരു വട്ടം നീ സംസാരിച്ചു. നല്ല ഒരു താത്ത, നല്ല ഒരു പെണ്ണ്, എന്താ വർത്തമാനം, എന്താ കാക്കാങ്ങള് വീട്ടിക്ക് വരാത്തത്, എപ്പോഴും വരണട്ടോ, മൂപ്പര് ഗൾഫിൽ പോയിട്ട് എന്താ കുഴപ്പം, നിങ്ങൾക്ക് വന്നൂടെ, നമ്മൾ അങ്ങനെയല്ലേ, നമ്മളെ ബാപ്പാർ തമ്മിൽ അങ്ങനെയല്ലേ, എന്റെ ഭർത്താവും നിങ്ങളും തമ്മിൽ അത്രയും അടുപ്പല്ലേ, നിങ്ങൾ വന്നോളി, സന്തോഷമേ ഉള്ളൂ, വീട് സ്വസ്ഥമല്ലേ, നല്ല വീടല്ലേ, ഇരിക്കാലോ കയറാലോ, നല്ല വാക്കിങ്ങനെ പറയുമ്പോ അള്ളാന്റെ ഖുർആൻ പറയുന്നു, ആ പുരുഷന്റെ മനസ്സില് പ്രേമമെന്നല്ല, ഒരു ചെറിയ അനുരാഗം, ഒരു ചെറിയ താല്പര്യം, ഒരു ചെറിയ അനുകമ്പം ആണിന്റെ മനസ്സിൽ മുളച്ചു പൊങ്ങാൻ തുടങ്ങുമ്പോളേ, അത് മുളച്ചു പൊങ്ങുമ്പോ നിന്റെ വാക്യമെങ്ങാനും ലളിതമായി പോയാ അത് അപകടമാണ്, അപകടമാണ്. പിന്നെയാണ് അത് അപകടത്തിന്റെ തീജ്വാലയിലെത്തിയിട്ട് നടുറോട്ടില് വികാരം പ്രതികാരമായി മാറിയിട്ട് ആ പെണ്ണിന്റെ കൊടൽമാല റോട്ടിൽ കടന്ന് പെടയേണ്ട ഗതികേടിന്റെ തുടക്കം ഇതാണ്. കേട്ടോളി, ശരിക്കും നിങ്ങൾ കേട്ടോളി, ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അല്ല പറയാണ്, നിന്റെ ഭർത്താവ് ഗൾഫിൽ പോവാതിരിക്കട്ടെ, ഇനി തഖൈതുന്ന, അല്ലാഹുവിനെ പേടിയുള്ള പെണ്ണാണോ, 5 വക്ത് നിസ്കരിക്കുന്ന ഖബറിലെ വെളിച്ചമാണോ, ഫലാ തഖ്ലഇന ബിൽ ഖൗലി, അയഞ്ഞു കൊഴിഞ്ഞ് നീ സംസാരിക്കണ്ട. കാരണം എന്താ? ഫയത്മഅല്ലദീ ഫീ ഖൽബിഹി മറദ്. അങ്ങനെ പറയുമ്പോ ആണുങ്ങളെ മനസ്സിൽ സ്വാഭാവികമായിട്ടും 2 മക്കളായിക്കോട്ടെ, 4 മക്കളായിക്കോട്ടെ, ഒരു 45 വയസ്സായ ബാപ്പായിക്കോട്ടെ, എന്നാലും കാണാൻ തിരക്കടില്ലാത്ത ഒരു പെണ്ണാകുമ്പോൾ വർത്താനൊക്കെ കേൾക്കുമ്പോൾ ഒരു അനുകമ്പം, ഒരു ലാളിത്യം വരും, രോഗം മനസ്സിൽ വരും. രോഗം മനസ്സിലായോ? പനിയും ടിവിയും തലവേദന ഒന്നല്ല കേട്ടോ, രോഗം വരും.
അപ്പൊ ഉമ്മ പറയാണ് ഇതിപ്പോ നല്ല കാര്യമായല്ലോ, അപ്പൊ ഇനിയിപ്പോ നാളെ ആരും വരുമ്പോ എന്ന് പറയാനേ പറഞ്ഞത്. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താ, നല്ല മയത്തിൽ അവരോട് സംസാരിക്കരുതെന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ വിപരീതം എന്താ, ഗോപത്തിൽ സംസാരിക്കണം എന്നാണ്. അപ്പൊ നാളെ ഭർത്താവ് ഗൾഫിലുള്ള ഒരു ഭർത്താവിന്റെ സുഹൃത്ത് വന്നിട്ട് എന്താ ആസിയ വർത്തമാനമൊക്കെ, മിണ്ടി പോവരുത്, ഇറങ്ങണം ഈ വീട്ടിൽ നിന്ന്, ചവിട്ടാൻ പാടില്ല അങ്ങോട്ട്, ഉസ്താനെ വേള് കേട്ടില്ലേ, സ്ട്രോങ് സംസാരിക്കണം അവൾക്ക്. അങ്ങനെ പറയുന്ന അള്ളാഹ്ക്ക് അറിയാം. അതുകൊണ്ട് ഈ ആയത്തിന്റെ അവസാനം അള്ളാഹ് പറയാണ്, നല്ല വർത്തമാനം നീ പറഞ്ഞോ, കാര്യങ്ങളൊക്കെ വിഷയങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞോ, ഒന്നും കുഴപ്പമില്ല, നല്ല വർത്തമാനം പറഞ്ഞോ. പക്ഷേ മല്യം മുളകൂട്ടിട്ടുള്ള സംസാരം പറയണ്ട, മല്യം മുളകൂട്ടിട്ടുള്ള സംസാരം വേണ്ട. കാര്യമായ സംസാരങ്ങൾ നീ പറഞ്ഞോ, അതിനും നിയന്ത്രണമുണ്ട്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. അതിനും എൻ്റെ ഉമ്മമാർ ശരിക്കും മനസ്സിലാക്കണം. ഇത് ഞാൻ പറഞ്ഞത് എൻ്റെ ഉമ്മമാർ സ്വർഗത്തിൽ വരാനട്ടോ, നിങ്ങൾ വെറുപ്പോണ്ടൊന്നുമല്ല. ശ്രദ്ധിക്കണം, മരിക്കണ സമയത്ത് പട്ടി ചാവും പോലെ ചാവാതിരിക്കാനായി പറഞ്ഞത്. നാവിങ്ങനെ പുറത്ത് വന്നിട്ട്, നൊര വന്നിട്ട്, മൂക്കിലൂടെ രക്തം വന്നിട്ട്, ശ്വാസം കിട്ടാതെ ഇങ്ങനെ പടിയുമ്പോ ദിക്റിച്ചല്ലാതെ മരണപ്പെട്ടു പോകും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് ഇസ്ലാമിന്റെ ശിആർ മനസ്സിലാക്കണം പെങ്ങളെ. കുത്തഴിഞ്ഞ് ജീവിക്കാൻ വേണ്ടി വന്നവരല്ല. അല്ലാഹുവിന്റെ ദീൻ പറഞ്ഞു. ഇനി ഒരു പെണ്ണിനോടൊരു സംഗതി ചോദിക്കാനുണ്ട്, ശരിക്കും മനസ്സിലാക്കണം. ഗൾഫിൽ നിന്നൊരു സാധനം കൊടുത്തയച്ചേക്കണ്, ആ സാധനം സാമഗ്രികൾ വാങ്ങാൻ പോവാണ്. അത് വാങ്ങാൻ വേണ്ടി, ലഗേജ് വാങ്ങാൻ വേണ്ടി ഒരു വീട്ടിലേക്ക് പോകുമ്പോ ഈ ആണ് അന്യനാണ്, അവൻ ഭർത്താവിന്റെ പണവുമായി വന്നവരാണ്, ഭർത്താവ് കൊടുത്തയച്ച ലഗേജുമായി വന്നവരാണ്. ഭാര്യ ബെല്ലടിക്കുന്നു, ഭാര്യ വീട്ടിന്റെ ഉള്ളിലാണ്. ഈ സാധനം അവളോട് ചോദിക്കണം, അവൾക്ക് കൊടുക്കണം. അങ്ങനെ ഒരു അന്യ പെണ്ണിനോട് വല്ലതും ചോദിക്കുവാനോ പറയുവാനോ ഉണ്ടെങ്കിൽ അള്ളാന്റെ ഖുർആൻ തന്നെ വരച്ചു തരുന്നു ജീവിതത്തിന്റെ ചര്യ. വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വഇദാ സഅൽതുമൂഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്. എത്ര നല്ല വാക്യമാണ് പെങ്ങളെ ഇത്. ആ പെണ്ണുങ്ങളോട് നിങ്ങൾക്ക് വല്ല വസ്തുവും ചോദിക്കാനുണ്ടെങ്കിൽ, വല്ല ലഗേജോ വല്ല കൊറിയറായി വന്നതോ വല്ല പണമോ വല്ല വിവരങ്ങളോ ഒരു പെണ്ണിനോട്, അന്യ പെണ്ണിനോട്, എന്റെ ആണുങ്ങളെ നിങ്ങളിത് മനസ്സിലാക്കണേ, അള്ളാഹുവിന്റെ ദീൻ സൂക്ഷിക്കണേ, അള്ളാഹിന്റെ നിയമം നിങ്ങൾ കേട്ടുകൊള്ളണേ. അതെന്റെ ഒറ്റ ഫ്രണ്ട്സാണ്, അതുകൊണ്ട് നേരെ അടുക്കളയിലേക്ക് അങ്ങ് കയറിച്ചല്ല. അവൾ എന്റെ ഉറ്റ ഫ്രണ്ട്സാണ്, അതുകൊണ്ട് നേരെ ഡൈനിങ് ഹാളിൽ കണ്ട് പോവാ എന്നൊന്നും ആരും വിചാരിക്കണ്ട. അങ്ങനെ ഉറ്റ ഫ്രണ്ട്സിനൊരു ഓപ്ഷൻസ് അള്ളാഹുവിന്റെ ദീനിലില്ല. അള്ളാഹുവിന്റെ ദീൻ പറയുകയാ, വഇദാ സഅൽതുമൂഹുന്ന മതാഅ. പെൺകുട്ടികളോട് നിങ്ങൾക്ക് മതാഅ വല്ല വസ്തുവും ചോദിക്കാനുണ്ടെങ്കിൽ ഫസ്അലൂഹുന്ന, അവരോട് നിങ്ങൾ ചോദിച്ചോ, മിൻ വറാഇ ഹിജാബ്. മറയുടെ ബാക്കിൽ നിന്നിട്ട്, ചുമരിന്റെ ബാക്കിൽ നിന്നിട്ട്. എന്തിനാ സിറ്റ് ഔട്ടിന്റെ ഡോറിൽ ഒരു വിൻഡോ കൊടുക്കുന്നത്? എന്തിനാ സിറ്റ് ഔട്ടിന്റെ ഡോറിനോട് ചേർന്നിട്ടൊരു ജനവാതിൽ? എന്തിനാ? അന്യ ആണ് വെളിയിൽ വന്നിട്ട് നിന്റെ വീട്ടിൽ ബെല്ലടിക്കുമ്പോ വാതില് തുറന്നിട്ട് നിന്റെ മാറും മേനയും കാണിച്ചിട്ട് മുറ്റത്തേക്ക് ഇറങ്ങല്ല പെങ്ങളെ. ആരെങ്കിലും വന്ന് ബെല്ലടിക്കുമ്പോ ആ ജനലിന്റെ കള്ളിയങ്ങ് തുറന്നിട്ട് മിൻ വറാഇ ഹിജാബ്, ചുമരിന്റെ ബാക്കിൽ നിന്നിട്ട്, ആ മറയുടെ ബാക്കിൽ നിന്നിട്ട് അവരോട് നിങ്ങൾ സംസാരിക്കണേ. ഇതാ താത്ത 25,000 നിങ്ങളെ ഹസ്ബൻഡ് അയച്ചതാണ്. ശരി കാക്ക, ആ സിറ്റ് ഔട്ടിൽ ടേബിളിൽ വെച്ചാളെ, നിങ്ങൾ പോയിട്ട് ഞാൻ എടുത്തോളാ. ഇതാ ലഗേജ്. ശരി സഹോദര, ആ സ്റ്റൂളിൽ വെച്ചുകൊള്ളുക, നിങ്ങൾ പോയിട്ട് ഞാൻ എടുത്തോളാ എന്ന് പറഞ്ഞിട്ട് മറയുടെ ബാക്കിൽ നിന്നിട്ടല്ലാതെ ഒരു അജ്നബിയായ പെണ്ണോ ഒരു അജ്നബിയായ ആണോ സംസാരിക്കാൻ പാടില്ല. എന്തിനാ അള്ളാഹു നിയമം വെച്ചത്? അല്ലാഹു പറയുന്നു, ذَلِكُمْ أَطْهَرُ قُلُوبِكُمْ وَقُلُوبِهِنَّ.
ഇങ്ങനെ നിങ്ങൾ ചെയ്താ നിങ്ങളെ കൽബ് ശുദ്ധിയായി പോകും. ആ പെണ്ണുങ്ങളെ കൽബ് ശുദ്ധമാകും. നിങ്ങൾക്ക് അവരോടും താല്പര്യമില്ല, അവർക്കും നിങ്ങളോടും താല്പര്യമില്ല. ചരക്ക് വരുന്നു, അതവിടെ വെക്കുന്നു, അവൻ പോകുന്നു, ഇവൾ അത് എടുക്കുന്നു, ഭർത്താവിന് ഫോൺ വിളിച്ച് കിട്ടി എന്ന് സന്തോഷം അറിയിക്കുന്നു. പ്രശ്നങ്ങളില്ല, കലഹങ്ങളില്ല, ഹറാമുകളില്ല, തെറ്റുകളില്ല. പ്രവാചകന്റെ അടുക്കൽ മഹതിയായ മൈമൂന ബീവി നിൽക്കുന്ന സമയം, മൈമൂന ബീവി റസൂൽ ഭർത്താവാണ്, മൈമൂന ബീവി ഭാര്യയാണ്. നിൽക്കുന്ന സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം എന്ന് പറയുന്ന ഒരു കണ്ണ് കാണാത്ത ഒരു സഹാബി ഉണ്ട്. കണ്ണുപൊട്ടനാണ്, കണ്ണ് കാണൂല. കണ്ണ് കാണാത്ത ഒരു സഹാബി ഹബീബായ പ്രവാചകന്റെ അടുത്തേക്ക് വന്നപ്പോൾ മൈമൂന ബീവി നബി തങ്ങൾ പറഞ്ഞയച്ചു. മൈമൂന ബീവി ചോദിച്ചു, നബിയേ, അദ്ദേഹം ഒരു അന്ധനല്ലയോ നബിയെ? അദ്ദേഹം എന്നെ കാണൂലല്ലോ. അർത്ഥം മനസ്സിലാക്കണം, അന്ധനാണ്, കണ്ണുപൊട്ടനാണ്, എന്നെ കാണുമല്ലോ. നബി തങ്ങൾ പറഞ്ഞു, ഉമ്മി മക്തൂം നിന്നെ കാണുന്നില്ലെങ്കിലും നിങ്ങൾ ഒരു പെണ്ണാണ്, ഉമ്മി മക്തൂം ഒരു അന്യ ആണാണ്. നിങ്ങൾ ഉമ്മി മക്തൂമിനെ കാണുന്നില്ലയോ? ഇത് ഹറാമല്ലയോ മൈമൂന? അതുകൊണ്ട് പോവണേ, ഉമ്മി മക്തൂമിന്റെ മുമ്പിൽ നിന്ന് പോവണേ എന്ന് ശരീഅത്തിന്റെ നിയമം. എന്നിട്ടാണ് നമ്മളെ കൈമലശ്ശേരിയിലും ആലത്തീരിലും മംഗലത്തൊക്കെ ഉള്ള എന്റെ പെങ്ങന്മാര് മനസ്സ് പൊട്ടി ഞാൻ പറയുകയാ, ഞാൻ ആ വഴിയിലേക്ക് കടന്നു വരാ. അറിയുമോ, റോട്ടിലൂടെ പോകുമ്പോ, ആലത്തിയൂരിലേക്ക് പോകുമ്പോ, തിരൂരിലേക്ക് പോകുമ്പോ, വൈരങ്കോട്ടിലേക്ക് പോകുമ്പോ, കോഴിക്കോട്ടേക്ക് പോകുമ്പോ, അത് ഭർത്താവിനോട് കൂടെയാവട്ടെ, മക്കളോട് കൂടെയാവട്ടെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു. ആരോട് പറഞ്ഞു? അള്ളാഹുവിന്റെ ഹബീബിന്റെ ഭാര്യമാരോട്. ആരാ ഭാര്യമാരെന്നറിയോ? അള്ളാഹുവിന്റെ ഹബീബിന്റെ ഭാര്യമാര്. അവര് നമ്മളെ ഉമ്മമാരാണ്, അവര് സ്വർഗത്തിലെ റാണികളാണ്. നമ്മളെ പോലെയല്ലല്ലോ, അവര് സ്വർഗത്തിലെ റാണിമാരാണ്. ആ റാണിമാര് സ്വർഗത്തിലെ ഹൂറൈകളായ ആ പ്രവാചകന്റെ ഭാര്യമാർ, അവര് ഉമ്മഹാത്തുക്കും നമ്മുടെ ഉമ്മമാരാണ്. ആ ഭാര്യമാരോട് അള്ളാഹുവിന്റെ നിയമമാണ്, യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ. യാ അയ്യുഹൻ നബിയ്യു, ഓ നബിയേ, ഖുൽ നിങ്ങൾ പറയണേ നബിയേ, ലി അസ്വാജിക നിങ്ങളെ ഭാര്യമാരോട് നിങ്ങൾ പറയണം നബിയേ, വബനാതിക നിങ്ങളെ പെൺകുട്ടികളോട് നിങ്ങൾ പറയണം നബിയേ, വനിസാഇൽ മുഅ്മിനീൻ. ഈ കൈമലശ്ശേരിയിലുള്ള, ഇന്ത്യ രാജ്യത്തുള്ള, ലോകത്തുള്ള സർവ്വ പെൺകുട്ടികളോടും ഭാര്യമാരോടും എന്റെ ആണുങ്ങളെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണേ. ഇവിടെ വന്നിട്ടുള്ള സർവ്വ നിസാഇൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളായ പെണ്ണുങ്ങളോട് പറയണേ നബിയേ, യുദ്നീന അലൈഹിന്ന മിൻ ജിൽബാബിഹിന്ന, യുദ്നീന അലൈഹിന്ന നിങ്ങളുടെ മുകളിൽ നിങ്ങൾ മറക്കണേ, മിൻ ജിൽബാബിഹിന്ന നിങ്ങളെ ഹിജാബ്. ഹിജാബ് അത് മൊയ്ലേറെ പെങ്ങൾക്ക് മാത്രമല്ല, അത് തങ്ങളെ പെങ്ങൾക്ക് മാത്രമല്ല. നിങ്ങളെ മേൽവസ്ത്രം, നിങ്ങളെ ശരീരം മറക്കുന്ന ഹിജാബ്, അതുകൊണ്ട് നിങ്ങൾ ശരീരം മുഴുവനും മറക്കാൻ നിങ്ങൾ പെണ്ണുങ്ങളോട് പറയണം നബിയേ. വല അങ്ങനെയെങ്ങാനും നിങ്ങൾ മറച്ചു കഴിഞ്ഞാൽ അള്ളാന്റെ റസൂലിന്റെ ഭാര്യമാരോട് പറയണം. അപ്പൊ നമ്മളൊക്കെ എങ്ങനെ ശ്രദ്ധിക്കണം? കുൽ നബിയെ നിങ്ങൾ പറയണം, ലി അസ്വാജിക നിങ്ങളെ ഭാര്യമാരോട്, വ ബനാതിക നിങ്ങളെ പെൺകുട്ടികളോട്, വ നിസാഇൽ മുഅ്മിനീന എല്ലാ മുഅ്മിനീങ്ങളായ പെണ്ണുങ്ങളോടും. എന്ത്? യുദ്നീന അലൈഹിന്ന മിൻ ജിൽബാബിഹിന്ന അവരുടെ മേൽവസ്ത്രം താഴ്ത്തിയിട്ടിട്ട് ശരീരവും മുഖവും ഒക്കെ മറക്കാൻ പറയണം. എന്തിനാ മറക്കുന്നത്? എന്തിനാ മറക്കുന്നത്? ശ്രദ്ധിക്കണേ, നിങ്ങൾ ഒരു മുസ്ലിമാണ് എന്ന് തിരിച്ചറിയാൻ അതല്ലേ അടയാളം? അല്ലേ? ഒരു പെണ്ണ്, ആ പെണ്ണിന്റെ പേര് ആയിഷയാണ്, ഫാത്തിമ അസൂറയാണ്. അവൾ സ്കൂളിൽ വരാൻ, അവളോട് കൂടെ ലക്ഷ്മിയുണ്ട്, തിയാസമ്മയുണ്ട്. അതേ പ്രകാരം ഐന്ദവരും ക്രിസ്ത്യാനിയുമായ പെണ്ണും മുസ്ലിമായ പെണ്ണും തിരിച്ചു വരുമ്പോ ഒരു മുസ്ലിമായ പെണ്ണ് തിരിച്ചറിയാനുള്ള വഴി എന്താണ്? ചുരിദാറാണ്? അല്ല. സാരിയാണോ? അല്ല. ഹവായാണോ? അല്ല. അവൾ തലയും മുഖവും ശരീരവും മറച്ചവൾ, അവൾ മുസ്ലിമാണ്.
തലയും മുഖവും മറക്കാത്തവൾ അവൾ മുസ്ലിമത്തല്ല. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു എത്രമാത്രം പോയിന്റാണ്. ഖുർആൻ പറഞ്ഞു നിങ്ങളുടെ മുഖം ഹിജാബ് കൊണ്ട് ശരീരം മുഖവും മേൽത്തട്ടം കൊണ്ട് മറക്കാൻ പറയണേ. അത് നിങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു വഴിയാണ്. നിങ്ങൾ അങ്ങനെ നടന്നാൽ ഒരു ആണും നിങ്ങളെ ബലാത്സംഗം ചെയ്യാൻ വരൂല, ഒരു ചെറുപ്പക്കാരനും നിങ്ങളെ തട്ടിക്കൊണ്ടാൻ വരൂല, ഒരു സൗമ്യയുടെ അവസ്ഥ നിങ്ങൾക്ക് വരൂല, ഒരു പെണ്ണിന്റെ അവസ്ഥ നിങ്ങൾക്ക് വരൂല. അറിയുമോ, ഡൽഹിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ ബസ്സിൽ വെച്ചിട്ട് ഒരു പെൺകുട്ടിയെ ഒരുപാട് ആളുകൾ ചേർന്ന് ക്രൂരമായി പിച്ചു ചീന്തിയത് എന്തുകൊണ്ടെന്നറിയോ? അവൾ അച്ചടക്കമില്ലാതെ സഞ്ചരിച്ചത് കൊണ്ടാ. ഏത് പെൺകുട്ടിയാവട്ടെ, ഏത് പെങ്ങളാവട്ടെ, ആ പെങ്ങള് അള്ളാഹുവിന്റെ ദീനിന്റെ നിയമം മനസ്സാ വാചാ കർമ്മണ അംഗീകരിക്കാത്തത് കൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ പീഡനങ്ങള്, ബലാത്സംഗങ്ങള്, പ്രയാസങ്ങള്, ദുരിതങ്ങള്, ദുഃഖങ്ങള്, വ്യഭിചാരങ്ങൾ സംഭവിച്ചു പോകുന്നത്. അതുകൊണ്ട് വലാ യുദൈന, നിങ്ങളെ ഒരാൾ ശല്യപ്പെടുത്താൻ വരൂല. അങ്ങനെ അച്ചടക്കത്തിലും ഒതുക്കത്തിലും പോകുന്ന ഒരു പെണ്ണാണെങ്കിൽ അവള് മുസ്ലിമാണ് എന്നും എല്ലാവർക്കും അറിയാം. അവളെ ശല്യപ്പെടുത്താൻ ആരും വരൂല. നേരെ മറിച്ച് അവളെ ശല്യപ്പെടുത്താൻ വേണ്ടി വരുന്ന ആളുകൾ ആരാണ്? ഒരു പെണ്ണ്. ആ പെണ്ണിനെ ശല്യപ്പെടുത്താൻ വരുന്നവരാരാണ്? ആ പെണ്ണിനെ ശല്യപ്പെടുത്താൻ വരുന്നവൾ അവൾ നേരം വെളുത്താൽ ബാഗിട്ട് ഡ്രസ്സാണ് മാറ്റി നേരെ അങ്ങാടി കണ്ട് പോവാണ്. എന്തിനാ പോകുന്നത്? സാധനം വാങ്ങാൻ, സാമഗ്രികൾ വാങ്ങാൻ, ചെരുപ്പ് വാങ്ങാൻ, ബാഗ് വാങ്ങാൻ, ഫ്രൂട്ട്സ് വാങ്ങാൻ, പച്ചക്കറി വാങ്ങാൻ. ഭർത്താവ് ഗൾഫിലാണ്, വീട്ടുകാർ ഇവളാണ്, ഇവള് ഇറങ്ങണം നിർബന്ധമാണ്, വേറെ വഴിയില്ല. അങ്ങനെ അവൾക്ക് ഇറങ്ങേണ്ട ആവശ്യം വന്നാൽ സഹോദരങ്ങളെ ശ്രദ്ധിക്കണേ, അങ്ങനെ ഒരു കൈമലശയിലെ പെങ്ങൾക്ക് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാൻ പോവേണ്ടി വന്ന ഈ നിയമം പാലിച്ചുകൊണ്ട് നിങ്ങൾ അച്ചടക്കത്തിൽ ഒതുക്കത്തിൽ നിങ്ങളെ മുഖം മറച്ചിട്ട് അച്ചടക്കത്തോടുകൂടി ഒരു മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കാതെ, ഒരാളെ ലാസിപ്പിക്കാതെ, ഒരാളെ ഇക്കിളിപ്പെടുത്താതെ, ഒരാളെ നോക്കി നിൽക്കാതെ മാന്യമായി വീട്ടു സാധനങ്ങൾ പോയി വാങ്ങിക്കൊണ്ട് വന്ന നിങ്ങൾ ഒരാളും ശല്യപ്പെടുത്തില്ല. നേരെ മറിച്ച് അള്ളാന്റെ ഖുർആൻ പറഞ്ഞതെന്താ? ആധുനിക ലോകത്ത് വരുന്ന പെൺകുട്ടികള് 98% പെൺകുട്ടികളും ഉമ്മമാര്, താത്തമാര്, സഹോദരിമാര് അവര് നരകത്തിന്റെ പടുകുഴിയിലേക്ക് പോവാനുള്ളവരാ. എന്താ കാര്യമെന്നറിയോ? അള്ളാന്റെ ഖുർആൻ പറഞ്ഞതെന്താ? മക്കയെ നിങ്ങൾക്കറിയുമോ? ഇംഗ്ലീഷുകാര് ഡാർക്ക് ഏജ് എന്ന് വിശേഷിപ്പിച്ച മക്ക, ആ മക്കയിലെ പെൺകുട്ടികൾ അള്ളാഹുവിന്റെ ദീന്റെ നിയമങ്ങൾ വരുന്നതിന്റെ മുമ്പ് മക്കയുടെ ഗതി എന്താ? ഒരുപാട് പെൺകുട്ടികൾ രാത്രിയും പകലും വ്യത്യാസമില്ലാതെ, ആങ്ങളെയും പെങ്ങളെയും വ്യത്യാസമില്ലാതെ, ആണും പെണ്ണും വ്യത്യാസമില്ലാതെ പകലന്തിയോളം പെരുവ് പട്ടികളെ പോലെ അങ്ങാടിയിലും റോട്ടിലുമൊക്കെ അലഞ്ഞ് ഉലഞ്ഞ് തിരിഞ്ഞു നടക്കുന്ന ഒരു നീചമായ സംസ്കാരം മക്കയിൽ ഇസ്ലാമിന്റെ വെളിച്ചം വരുന്നതിന് മുമ്പ് അവിടുത്തെ പെൺകുട്ടികൾക്കുണ്ടായിരുന്നു. നബി തങ്ങൾ വന്നിട്ട് അത് അടക്കി വെച്ചിട്ട് പറഞ്ഞു, നിങ്ങളത് ചെയ്യരുത്. ആണുങ്ങൾ പീടികയിൽ പോവട്ടെ, ആണുങ്ങൾ അങ്ങാടിയിൽ പോവട്ടെ, ആണുങ്ങൾ സാധനങ്ങൾ വാങ്ങട്ടെ, അതല്ല നിങ്ങൾ പോകേണ്ടി വന്നാൽ നിങ്ങളുടെ ജിൽബാബുകൾ മറച്ചിട്ട് നിങ്ങൾ പോകണേ. അതല്ലാതെ വഖർന ഫീ ബുയൂതികുന്ന വലാ തബർറുജന തബർറുജൽ ജാഹിലിയത്തിൽ ഊലാ വലാ തബർറുജന, എന്റെ പെങ്ങളെ നിങ്ങൾ പുറത്തിറങ്ങല്ല. തബർറുജന ജാഹിലിയത്തിൽ ഊലാ, അന്ധകാര നിബിഡമായ 6-ാം നൂറ്റാണ്ടിൽ വിവരമില്ലാത്ത തമ്മാടി വേഷ പെണ്ണുങ്ങൾ തെരുവ് തണ്ടികളെ പോലെ അങ്ങാടിയിൽ നടന്നതുപോലെ എന്റെ കൈമലശ്ശേരിയിലുള്ള മുസ്ലിമിന്റെ തറവാട്ടിൽ പിറന്നിട്ടുള്ള ഇസ്ലാമിന്റെ മെമ്പർഷിപ്പുള്ള എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, വഖർന ഫീ ബുയൂതികുന്ന വലാ തബർറുജന തബർറുജൽ ജാഹിലിയത്തിൽ ഊലാ, അന്ധകാര നിബിഡമായ ഇംഗ്ലീഷുകാർ ഡാർക്ക് ഏജ് എന്ന് വിശേഷിപ്പിച്ച മലീമസമായ മക്കയിലെ തെരുവ് തണ്ടികൾ നടന്നതുപോലെ അഭിമാനമുള്ള പെങ്ങളെ, അന്തസ്സുള്ള പെങ്ങളെ, സ്വർണമായ
പെങ്ങളെ, സ്വർഗമായ പെങ്ങളെ, രത്നമായ പെങ്ങളെ, മാണിക്യമായ പെങ്ങളെ, നിങ്ങളെ ശരീരത്തിന്റെ വടിവും അഴകും സീനത്തും പ്രദർശിപ്പിച്ചിട്ട് നിങ്ങളെങ്ങാനും അങ്ങാടിയിലേക്ക് ഇറങ്ങിയാൽ വലാ തബറുജന, നിങ്ങൾ പുറത്തിറങ്ങില്ല. തബറുജന ജാഹിലിയത്തിൽ ഊലാ, അന്ധകാര നിബിഡമായ കാലഘട്ടങ്ങളിൽ പെൺകുട്ടികൾ അങ്ങാടിയിലേക്ക് ഇറങ്ങിയതുപോലെ നിങ്ങൾ അങ്ങാടിയിലേക്ക് ഇറങ്ങല്ല എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. കേൾക്കുന്ന ഒരു പെണ്ണ് ഇന്റെ റബ്ബ് ഭർത്താവ് പോകണ്ട എന്ന് പറഞ്ഞാൽ പോകൂല, അള്ളാഹു പോകണ്ട എന്ന് പറഞ്ഞാലോ നമ്മൾ പോകും അല്ലേ? ഞാൻ ചോദിക്കുന്നുണ്ട് ഉമ്മമാരോട്, നിങ്ങൾ മനസ്സാക്ഷിയോട് ചോദിക്കണം. വാതിനൊന്നും ഇപ്പൊ ഒരു കമ്മിയില്ല, വാതിനൊന്നും ഒരു പഞ്ചുമില്ല. മനസ്സാക്ഷിയോട് നിങ്ങൾ ചോദിക്കും. ഭർത്താവ് പോവാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പോകൂല. അല്ല പറയാണ് വഖർന ഫീ ബുയൂത്തികുന്ന, നിങ്ങളെ ഇരിക്കക്കൂര, നിങ്ങൾ ആ ചെറിയ വീടുണ്ടല്ലോ ആ വീട്ടിൽ അടങ്ങി ഒതുങ്ങി നിന്നോളി. വലാ തബറുജന തബറുജൽ ജാഹിൽ, നിങ്ങൾ അങ്ങാടിയിലേക്ക് നിങ്ങൾ തെണ്ടി തേരോടി പോവരുത്. പെണ്ണ് അല്ലേ? പെണ്ണാരാ? പെണ്ണിനെ കുറിച്ച് ഒരിക്കൽ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പെണ്ണുങ്ങളെ കൂത്താട്ടം ഇങ്ങനെ കണ്ടപ്പോ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഇന്നൻ നിസാഅ ശയാതീനുൻ ഖുലിഖന ലഹു നഊദു ബില്ലാഹി മിൻ ശർരി